നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഞാനൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയതാണ്. അവൻ്റെ അമ്മ മരിച്ചു. ഞാൻ ഒറ്റക്കായിരുന്നു. അവിടെ വെച്ചാണ് ഈ പ്രശ്നം ഉണ്ടായത്. അതൊരു കേസായതാണ്. ഇങ്ങനെ നിയമ നടപടികൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ അതൊരു കുടിപ്പോകയുടെ ഭാഗമായിരുന്നു. അത് കൂടിപ്പോയ പോലീസിന്റെ ഗുണ്ട ഓപ്പറേഷനിടെ കൊച്ചിയിലെ കൊട്ടേഷൻ നേതാവ് തമ്മനം ഫൈസൽ വെളിപ്പെടുത്തലുമായി ന്യൂസ് 18-ൽ. ഗുണ്ട കുടിപ്പക ഇനിയുമുണ്ടാകും. കില്ലർ ജോണിയുമായി ഏറ്റുമുട്ടിയ ശേഷം എല്ലാം അവസാനിപ്പിച്ചെന്ന് ഫൈസൽ. ലഹരി ഇടപാടുകൾ ഗുണ്ട തണലിലെന്ന് കൊച്ചി രാജാവെന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന ഫൈസൽ. മഴയിൽ വെള്ളത്തിലായി കൊച്ചി. KSRTC സ്റ്റാൻഡിലാകെ മലിനജലം. തൃശൂർ അശ്വനി ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും വെള്ളം കയറി. കോഴിക്കോട് രാമനാട്ടുകര ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. ആലപ്പുഴ ചന്തിരൂരിൽ റോഡ് തകർന്നു. മിന്നൽ പ്രളയത്തിനും മലയിടിച്ചിലിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. തൃശൂരും എറണാകുളത്തും റെഡ് അലർട്ട്. തൃശൂരിലെ അപ്രതീക്ഷിത വെള്ളക്കെട്ടിന് ഉത്തരവാദി കോർപ്പറേഷനെന്ന് പരാതി. മനുഷ്യനിർമ്മിതമെന്ന് പ്രതിപക്ഷം. കോർപ്പറേഷൻ സെക്രട്ടറിയോട് വിശദീകരണം തേടി കളക്ടർ. കരിപ്പൂരിൽ വിമാനങ്ങൾ വൈകി. IT പാർക്കുകളിൽ മദ്യം ഉടൻ. പ്രതിപക്ഷ എതിർപ്പ് മറികടന്ന് മദ്യവിൽപ്പനയ്ക്ക് അംഗീകാരം. പെരുമാറ്റച്ചട്ടം പിൻവലിച്ച ശേഷം അന്തിമ തീരുമാനം. ഡ്രൈ ഡേ ഒഴിവാക്കിയേക്കും. CPM ബന്ധത്തിന്റെ പേരിൽ സമസ്തയിൽ തുറന്ന പോര്. സമസ്തയിലെ ഒരു വിഭാഗവും സുപ്രഭാതം പത്രവും CPM അനുകൂല നിലപാടെടുക്കുന്നുവെന്ന വിമർശനം തള്ളി മുസ്തഫ മുണ്ടുപാറ. ലീഗ് അനുകൂല നിലപാടെടുക്കുന്ന ചീഫ് എഡിറ്റർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിന് പിന്നാലെയുള്ള മറുപടിയോടെ ഭിന്നത രൂക്ഷമാകുന്നു. കൺമണി അൻപോട് പാട്ടുപയോഗിച്ചതിന് മഞ്ഞുമ്മൽ ബോയ്സ് ടീമിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച ഇളയരാജ. നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യം. അനുമതി നേടാത്തതിനാൽ പാട്ട് ഒഴിവാക്കണമെന്ന് നിർമ്മാതാക്കളോട് ഇളയരാജ. പ്രജ്വൽ രേവണ്ണയുടെ പാസ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് വീണ്ടും കർണാടക മുഖ്യമന്ത്രിയുടെ കത്ത്. പ്രജ്വലിനെ രാജ്യത്ത് തിരിച്ചെത്തിക്കണമെന്നും സിദ്ധരാമയ്യ. തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക്. 6ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യ പ്രചാരണം അവസാനിക്കുന്നു. തെരഞ്ഞെടുപ്പ് ശനിയാഴ്ച. 58 മണ്ഡലങ്ങളിലായി 895 സ്ഥാനാർത്ഥികൾ. കാസർകോട്ടെ കാകടുക്ക സൊസൈറ്റി തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ട് എൻഡോസൾഫാൻ ദുരിതബാധിതയും 1 ലക്ഷം രൂപ പിൻവലിക്കാൻ എത്തിയപ്പോൾ 5000 രൂപ നൽകി മടക്കി അയച്ചു. CPM നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിയിൽ നടന്നത് 4,76 ലക്ഷം രൂപയുടെ തട്ടിപ്പ്. മറ്റൊരു ഗുണ്ടാ നേതാവ് കൂടി വെളിപ്പെടുത്തലുമായി ന്യൂസ് 18-ൽ. കൊച്ചി രാജാവ് എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലാണ് ന്യൂസ് 18നോട് സംസാരിച്ചത്. കൊച്ചിയിലെ പല ഗുണ്ടാ സംഘങ്ങൾക്കും ലഹരി ഇടപാടുകൾ ഉണ്ടെന്ന് തമ്മനം ഫൈസൽ വെളിപ്പെടുത്തി. MDMA, കഞ്ചാവ് എന്നിവയുടെ വിൽപ്പന ഗുണ്ടാ നേതാക്കളുടെ തണലിലാണ് നടക്കുന്നത്. നിരവധി യുവാക്കൾ ലഹരി ഇടപാടുകൾക്കായി കൊട്ടേഷൻ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും തമ്മനം ഫൈസൽ ന്യൂസ് 18 അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. ഇന്നത്തെ കാലത്ത് പല കൊട്ടേഷൻ സംഘങ്ങളും ലഹരി ഇടപാട്, സ്പിരിറ്റ് കടത്ത്, സ്പിരിറ്റ് കടത്തുമായി ബന്ധപ്പെട്ട ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു കേസില്ലല്ലോ. സ്പിരിറ്റും ലഹരിയൊന്നും കടത്തിയിട്ടില്ല. അല്ല, എനിക്കങ്ങനെ ഒരു കേസില്ല. അങ്ങനെ ആരെങ്കിലും കടത്തുന്നുണ്ട്? ഇപ്പോഴത്തെ ഗുണ്ടാസംഘങ്ങൾ ആരെങ്കിലും കടത്തുന്നുണ്ട്? പണ്ടൊക്കെ ഇവരൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും എനിക്ക് ഡ്രഗ് ഉണ്ടോ? ഡ്രഗ് ഇവിടുത്തെ മിക്ക കൊണ്ടുപോകണം നടത്തുന്നുണ്ട്. ഇത് ഈ പറയുന്ന കൊട്ടേഷൻ ഗ്യാങ്ങുകളല്ല, ലീഡർമാരാണ് നടത്തണം. താങ്കൾ നേരത്തെ പറഞ്ഞ കക്ഷി ഉൾപ്പെടെ ഉണ്ട്. അങ്ങനെയൊന്നും ഞാൻ പറയാം. അത് പോലീസ് അന്വേഷിക്കട്ടെ. ഇവിടെ പോലീസിന് ഫുൾ പവർ ഉണ്ട്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പോലീസ് പിടിക്കുന്നുമുണ്ട്. പക്ഷേ ഈ ഇവരിലേക്ക് എത്താൻ പറ്റുമോ? ഈ പ്രധാനികളിലേക്ക് നമുക്ക് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒന്നും രഹസ്യങ്ങളൊന്നും നമുക്ക് അറിയാനൊരു മാർഗ്ഗമില്ല. കാരണം രഹസ്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ ആ ഒരു ഫീൽഡിലോട്ട് പോകണം. എങ്ങനെ ഈ ഡ്രഗിലേക്ക്? എന്ത് ഡ്രഗ് അവർ കടത്തുന്നത് അറിയാം? അതൊന്നും എനിക്കറിയാൻ പാടില്ല.
കഞ്ചാവും എമ്മൊക്കെ ഉണ്ടെന്നാണ് നമുക്കറിവ്. എനിക്കതിനെപ്പറ്റി ഇതിങ്ങനെ നമുക്കിങ്ങനെയുള്ള സാധനങ്ങളെ ഞാൻ ഒരു കരാട്ടെ ക്ലാസ് ഒരു അധ്യാപകനാണ്, പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതൊന്നും നമുക്ക് താല്പര്യമില്ല, നമുക്ക് ഇതറിയാൻ വേണ്ട. ഞാനിത് പൂർണ്ണമായിട്ട് എതിർക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു. അതിൽ ഒരു യുവാവിനെ മുട്ടിൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യമായിരുന്നു. അതിലെ ഓഡിയോ തമ്മനം ഫൈസലിൻ്റെതാണെന്ന് വ്യക്തമായിരുന്നു. എന്നാൽ ഇക്കാര്യം തമ്മനം ഫൈസൽ നിഷേധിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ താനില്ല എന്നാണ് തമ്മനം ഫൈസൽ പറയുന്നത്. ആ ശബ്ദം തന്റേതല്ല. യുവാവ് പോലീസിൽ പരാതി നൽകിയിട്ടില്ലല്ലോ എന്നാണ് തമ്മനം ഫൈസലിന്റെ ചോദ്യം. കൊട്ടേഷൻ സംഘാംഗം കില്ലർ ജോണി എന്ന ജോണി ആന്റണിയെ 2021 മർദ്ദിച്ചതാണ് അവസാനത്തെ കേസെന്നും തമ്മനം ഫൈസൽ പറയുന്നു. പരസ്യമായി വെല്ലുവിളിച്ചപ്പോഴാണ് ജോണിയെ മർദ്ദിച്ചതെന്നാണ് തമ്മനം ഫൈസലിന്റെ പറച്ചിൽ. തനിക്ക് നിരവധി ശത്രുക്കളുണ്ട്, ഗുണ്ടകൾ തമ്മിൽ ഗുണ്ട കുടിപ്പക ഉണ്ടാകാൻ ഇനിയും സാധ്യതയുണ്ടെന്നും ഫൈസൽ ന്യൂസ് 18നോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ തന്നെയാണ് ഒരു വാർത്ത പുറത്തുവിട്ടത്. തമ്മനം ഫൈസൽ ഒരു യുവാവിനെ മുട്ടിന്മേൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. താങ്കളുടെ ശബ്ദമാണ് അതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. താങ്കൾ തന്നെയാണോ ആ യുവാവിനെ ഭീഷണിപ്പെടുത്തിയത്? അതിൽ ഞാനുണ്ടോ? ആ ദൃശ്യങ്ങളിലില്ല, പക്ഷേ ശബ്ദം തമ്മനം ഫൈസലിൻ്റെതാണെന്ന് പലരും പറയുന്നുണ്ട്, പോലീസിൽ സംശയിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ എത്ര മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട് ഇങ്ങനത്തെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റിയ? പക്ഷേ ഈ തമ്മനം ഫൈസലിനെ അങ്ങനെ അനുകരിച്ച് ആർക്കെങ്കിലും ഇങ്ങനെ താങ്കൾക്കെതിരെ താങ്കളെ ഉപദ്രവിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. കൊച്ചി നഗരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഗുണ്ടാ സംഘത്തിൽ ഒരു ചേരിതിരിഞ്ഞുള്ള അല്ല, എനിക്കെതിരെ ഒരുപാട് പേരുണ്ട്. അതിന് വ്യക്തമായ തെളിവാണ് എൻ്റെ വീട്ടിൽ വന്ന് ലോറി കത്തിച്ചത്. അപ്പോൾ വെറുതെ വന്ന് വണ്ടി കത്തൂലല്ലോ, കുറേ പേര് വന്ന് വണ്ടി കത്തിച്ചു. ഞാനതിന് കേസ് കൊടുത്തു. പോലീസുകാർ അനങ്ങിയില്ല. അനങ്ങാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കൊറോണയുടെ സമയമൊക്കെ ആയിരുന്നു, കൊറോണ കഴിയണ സമയമായിരുന്നു. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ എൻ്റെ സൗണ്ട് ഉണ്ടാക്കാം. ഇവിടെ ഇപ്പോൾ പിണറായി വിജയൻ്റെ സൗണ്ട് ഉണ്ടാക്കുന്നില്ലേ എത്ര പേര്? അതായത് ആ യുവാവിനെ ഭീഷണിപ്പെടുത്തിയത് താങ്കളല്ല? അല്ല, അയാൾ പരാതി കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയോ? ഇല്ല, യുവാവ് പരാതി നൽകിയിട്ടില്ല. അല്ല, പരാതി തന്നോ? എനിക്കറിയില്ല. പരാതി നൽകിയിട്ടില്ല. ഉണ്ടെങ്കിൽ എന്നെ പോലീസ് വിളിപ്പിക്കണ്ടേ? അത് നേരാണ്. പക്ഷേ തമ്മനം ഫൈസൽ ഇതിനു മുൻപ് ഒരു ജോണി ആന്റണി, കില്ലർ ജോണി എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ജോണി ആന്റണിയെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് ക്രൂരമായി മർദ്ദിച്ച ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. താങ്കൾ ആ കേസിൽ അറസ്റ്റ് ആയതുമാണ്. അപ്പൊ ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ട്, ഒരു പശ്ചാത്തലം താങ്കൾക്കുണ്ട്? അല്ല, അതിനു മുമ്പും ഞാൻ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, കേസുകളുണ്ടായിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. ഇതിൽ ജോണി ആന്റണി എന്ന് പറയുന്ന ആൾ എന്നെ പരസ്യമായി വെല്ലുവിളിക്കുകയും എന്നെ വാളായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സുബരാജ്, ബ്രാഞ്ച് സെക്രട്ടറിയാണ് ചളിക്കോട്ടൊക്കെ. അവൻ്റെ വീട്ടിൽ വന്ന് വാളൊക്കെ ആയിട്ട് വന്ന് എന്നെ ചോദിക്കുകയും അങ്ങനെ പിന്നെ ഫേസ്ബുക്കിൽ പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയും എൻ്റെ വണ്ടി കത്തിച്ചതിന് ഇവന് പങ്കുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇവന്മാർ കാണിച്ച കാട്ടത്തിന് ഞാനൊരു ദിവസം മരിച്ച വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇവന്മാർ 5 പേര് വന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനത്തെ ഈ കാട്ടായങ്ങൾ കാണിക്കുന്നത്? എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല, എന്താണ് കാര്യം, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവന്മാർ അവിടെ കിടന്ന് പ്രശ്നം വർത്താനം പറഞ്ഞ് അവിടെ കിടന്ന് ഇടിയുണ്ടായതാണ്. ഇടിയുണ്ടായി. പിന്നെ അവർ എന്താ പറയുക, നിങ്ങളല്ല പ്രകോപനം ഉണ്ടാക്കിയത്, അവർ പ്രകോപനം സൃഷ്ടിച്ചപ്പോൾ നിങ്ങൾ തിരിച്ചടിച്ചു. ഞാൻ പറഞ്ഞത് ഇപ്പോൾ വെറുതെ ഞാൻ ഒരു മരിച്ച വീട്ടിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയതാണ്, അവൻ്റെ അമ്മ മരിച്ചിട്ട്. ഞാൻ ഒറ്റക്കായിരുന്നു. അവിടെ വെച്ചാണ് ഈ പ്രശ്നം ഉണ്ടായത്. പിന്നെ ഈ പ്രശ്നം രൂക്ഷമായപ്പോൾ ഞാൻ ഈ സുബരാജിനെ ഇങ്ങനെ അനിരൂപ് അങ്ങനെ ഒരു 3-4 പേരെ വിളിച്ചു വരുത്തി. കാരണം ഇങ്ങനെ ഒരു വിഷയങ്ങളുണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ. അത് കേസായതാണ്. ഇങ്ങനെ നിയമ നടപടികൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ അതൊരു കുടിപ്പോകയുടെ ഭാഗമായിരുന്നു. അത് കുടിപ്പോക. ഈ സംഭവത്തിന് ശേഷം പിന്നീട് 3 വർഷത്തോളമായി ഒരു ക്രിമിനൽ കേസിലും ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് തമ്മനം ഫൈസൽ പറയുന്നത്. 1999 18ാമത്തെ വയസ്സിലാണ് ആദ്യമായി ക്രിമിനൽ കേസിൽപ്പെട്ടത്. പിന്നീട് 30ഓളം കേസുകളിൽ തമ്മനം ഫൈസൽ പ്രതിയായി. ഗുണ്ട ഗ്യാങ്ങും ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ തൊഴിലും ബിസിനസ്സും ചെയ്താണ് ജീവിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ഗുണ്ടാ പ്രവർത്തനം കൊണ്ട് വ്യക്തി ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായതെന്നാണ് തമ്മനം ഫൈസൽ പറയുന്നത്. ഇത് നിർത്തുവാ ഈ ഗുണ്ടാ കൊട്ടേഷൻ പണി? ഞാൻ ഗുണ്ടായസത്തിൽ പോകുന്നില്ല. നിങ്ങൾ പറ, എവിടെയാണ് ഞാൻ ഗ്യാങ് കൂടി വെള്ളം അടിച്ച് അലമ്പുണ്ടാക്കിയെന്നൊന്ന് പറഞ്ഞേ എന്ന് പറ. ഓട്ടെ, ഈ 3 കൊല്ലത്തെ കണക്ക് പറ. അങ്ങനെയാണെങ്കിൽ പോലീസ് തന്നെ വിളിപ്പിക്കണമല്ലോ. എവിടെയാണ് ഞാൻ ഉണ്ടാക്കി?
3 കൊല്ലമായിട്ടില്ല. അല്ല 3 കൊല്ലമല്ല, നിങ്ങൾ പറയാന്ന് എപ്പോഴാണ് ഉണ്ടാക്കിയത്? 2021 പറഞ്ഞു. 2021 ഒരു കേസ് ഉണ്ടായല്ലോ. താങ്കൾ പറയുന്നുണ്ട് ഇതെല്ലാം നിർത്തിയെന്ന് പറയുന്നു. നിർത്തിയെന്നല്ല ഞാൻ പറഞ്ഞു, ഞാൻ നിർത്തിയിട്ടുമില്ല, തുടങ്ങിയിട്ടില്ല. അല്ല, ഇപ്പൊ ഈ തമ്മനം ഷാജിയുമായിട്ടാണല്ലോ ഒരു കുടിപ്പകയുടെ ഭാഗമായിട്ടാണല്ലോ ആദ്യമായിട്ട് ഈ ഒരു തമ്മനം ഷാജി ഇത് നിർത്തി, ഗുണ്ടാ പ്രവർത്തനമൊക്കെ നിർത്തിയെന്ന് പറഞ്ഞു. പ്രായമായി. ഓക്കെ, പുള്ളിയുടെ കാര്യം നോക്കി. അങ്ങനെ ഇതൊക്കെ വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും ഇതൊക്കെ വേണ്ടായെന്നും തോന്നിയിട്ടുണ്ടോ? പണ്ട് കാലത്തൊക്കെ അങ്ങനെ വന്നതിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. ഇപ്പം ഞാൻ ഒറ്റക്കാണ് നടക്കുന്നത്, ഞാൻ എൻ്റെ കാര്യം നോക്കി കിടക്കുന്നത്. ഞാൻ ഇങ്ങനെ സംഘമായിട്ട് നടക്കാറില്ല. പിന്നെ ഇപ്പോൾ ഒരു കല്യാണം വീട്ടിൽ പോയി, കുറേ പേര് കാണും, കുറേ പേർക്ക് ഇപ്പോൾ ആരാധനയൊക്കെ ഉണ്ട്, വന്ന് കയ്യേരും, ഇപ്പോൾ ഫോട്ടോ എടുക്കും, അതൊക്കെ സ്വാഭാവികം. ഞാൻ നിന്ന് കൊടുക്കും. അതിപ്പോൾ വായനസുര എന്നാലും അനീഷ് എന്നാലൊക്കെ ഫോട്ടോ എടുക്കുന്നില്ലേ, അത് കുറച്ച് ആരാധനയൊക്കെ എല്ലാവർക്കും ഉണ്ട്, അതങ്ങനെ നടക്കും. അല്ലാതെ നമ്മൾ ഗ്യാങ് കൂടി നടക്കുകയോ, ഞാൻ ഗ്യാങ് കൂടി അവിടെ ചെന്ന് നിൽക്കുകയോ ഇവിടെ ചെന്ന് നിൽക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾ പറ, നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഉണ്ടല്ലോ, നിങ്ങൾ അന്വേഷിച്ചിട്ട് പറ ഞാൻ എവിടെ ഗ്യാങ് കൂടി, എവിടെയാണ് കമ്പനി കൂടിയിരുന്നത്, അല്ലെങ്കിൽ ഏത് ബാറിലാണ് ഇരുന്ന് അടിയുണ്ടായത്, നമ്മളങ്ങനെ ബാറിൽ. അപ്പോൾ ഇതേപോലെ മാനസാന്തരപ്പെട്ടെന്നാണോ? മാനസാന്തരം എവിടെ പെട്ടു? ഇല്ല, മാനസാന്തരം അല്ലല്ല. ഈ ഒരു കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫാദറെ തല്ലിയാണ് ഞാൻ തിരിച്ചു തല്ലി. ഇപ്പോഴും എൻ്റെ ഫാദറിനെ അതിലൊരു സംശയം വേണ്ട. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫാദറിനെ തല്ലിക്കഴിഞ്ഞാൽ ഫാദർ മരിച്ചുപോയി, അല്ല ഞാൻ പറഞ്ഞാണ്, അതിന് മാറ്റമൊന്നുമില്ല, അതങ്ങനെ തന്നെ. വിശേഷിപ്പിക്കുന്നയാളാണ് തമ്മനം ഫൈസൽ, അഥവാ കൊച്ചി രാജാവ് എന്നാണ് തമ്മനം ഫൈസൽ സ്വയം വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ ഗുണ്ടാപ്പണിയോ ഒന്നും ഇല്ല എന്ന് തമ്മനം ഫൈസൽ പറയുകയാണ്. ഇപ്പോൾ ടോം കുര്യാക്കോസ് ചേരുകയാണ് തമ്മനം ഫൈസലുമായി സംസാരിച്ച ടോം. ഇപ്പോൾ ഈ ഗുണ്ടാ നേതാക്കളെല്ലാം ഇപ്പോൾ ആരോട് സംസാരിച്ചാലും, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ന്യൂസ് 18-ൽ പല ഗുണ്ടാ നേതാക്കളും സംസാരിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം ടോൺ ഒന്നാണ്, അതായത് ഞങ്ങൾക്ക് ഇപ്പോൾ ഗുണ്ടാപ്പണിയൊന്നും ഇല്ല എന്ന്. ഇപ്പോൾ തമ്മനം ഫൈസൽ പിന്നെയും കടത്തി പറയുന്നുണ്ട്, ഞാൻ തുടങ്ങിയിട്ടുമില്ല അവസാനിപ്പിച്ചിട്ടുമില്ല എന്ന്. പക്ഷെ എല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ, കൊച്ചി ഭരിച്ചിരുന്ന ഒരാളാണ് തമ്മനം ഫൈസൽ. പക്ഷേ ഇപ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുമായി തമ്മനം ഫൈസലൊക്കെ വരാൻ കാരണം? ഈ ഓപ്പറേഷൻ ആഗ് ഇവരിലേക്ക് എത്തും, ഇവരകത്താകും എന്നുള്ള ഒരു ഭയമോ മറ്റോ അവർക്കുണ്ടോ? പക്ഷേ പോലീസുമായി നല്ല ബന്ധമാണല്ലോ ഫൈസലിനുള്ളതും. മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ ഗുണ്ടാ സംഘങ്ങളെയും ലഹരി മാഫിയയും അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി ഓപ്പറേഷൻ ആഗ്, അതോടൊപ്പം ഡി ഹണ്ട് ഉൾപ്പെടെയുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരികയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 6000-ഓളം ഗുണ്ടാ സംഘാംഗങ്ങളെ സംസ്ഥാന പോലീസ് പിടികൂടുകയും അറസ്റ്റ് ചെയ്യുകയും ചിലരെ കരുതൽ തടങ്കലിലും വെച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ കുപ്രസിദ്ധ ഗുണ്ടകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കാലത്ത് കൊച്ചിയെ ഭരിച്ചിരുന്ന പല ഗുണ്ടാ സംഘങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വിലസുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഈ തമ്മനം ഫൈസൽ മാത്രമല്ല, ഭായ് നസീർ, മരട് അനീഷ്, നേരത്തെ നമ്മൾ വാർത്താ പരമ്പര തന്നെ ചെയ്ത പെരുമ്പാവൂർ അനസ്, ഇവരെ ആരെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പല ഗുണ്ടകളും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട് എന്നതിന്റെ നിരവധി തെളിവുകൾ ഈ സമീപ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നതാണ്. ന്യൂസ് 18 തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്. ഒരു യുവാവിനെ മുട്ടിന്മേൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്നത് ഈ തമ്മനം ഫൈസലാണ് ഭീഷണിപ്പെടുത്തുന്നതെന്ന് ആ ദൃശ്യങ്ങളിൽ തന്നെ, ആ ശബ്ദത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടതോടെയാണ് തമ്മനം ഫൈസൽ ഇത് നിഷേധിച്ചുകൊണ്ട് നമുക്ക് മുൻപിലെത്തിയത്. അദ്ദേഹം തന്നെ വ്യക്തമായി പറയുന്നു, താനല്ല ആ യുവാവിനെ ഭീഷണിപ്പെടുത്തിയത്. അപ്പോൾ ചോദിച്ചു, ശബ്ദം താങ്കളുടേതല്ലേ? അങ്ങനെ ആർക്കെങ്കിലും അത് മിമിക്രിക്കാരുണ്ടല്ലോ, മിമിക്രിക്കാർ അനുകരിച്ചതാകാം എന്നൊരു ന്യായീകരണമാണ് നൽകിയത്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതൊരു പൂർണ്ണമായി ഇത് വിശ്വസിക്കാൻ കഴിയില്ല, പോലീസ് പരിശോധിക്കേണ്ടതാണ്. കാരണം പരാതിയുമായി ഈ യുവാവ് പോലീസിനെ സമീപിച്ചിട്ട എന്നത് വ്യക്തമാണ്. ഒരുപക്ഷെ ഇതിനൊക്കെ ഭയന്നിട്ടാകാം. മാത്രമല്ല, തമ്മനം ഫൈസൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഈ ഗുണ്ടാ പണി എനിക്കില്ലായിരുന്നു, ഗുണ്ടാ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിയതാണ്. അത്തരം ഒരു പ്രവർത്തനങ്ങൾ തൻ്റെ ഭാഗത്ത് 3 വർഷം മുൻപാണ് ഒരു ക്രിമിനൽ കേസ് ഇതിനു മുൻപ് രജിസ്റ്റർ ചെയ്തത്. അതായത് കില്ലർ ജോണി എന്ന് പറയുന്ന ജോണി ആന്റണിയെ, കൊച്ചിയിലെ തന്നെ ഒരു പ്രമുഖ ഗുണ്ടാ സംഘത്തിലുള്ള ജോണി ആന്റണിയെ ക്രൂരമായി മർദ്ദിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയും തമ്മനം ഫൈസലിനെയും സംഘാംഗത്തെയും പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആ കേസാണ് തന്റെ പേരിലുള്ള അവസാനത്തെ കേസ്. അതിനുശേഷം താൻ യാതൊരു വിധത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലവും തനിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ പോലീസിന്റെ ഇപ്പോഴത്തെ ഈ കാപ്പ ഉൾപ്പെടെയുള്ള നടപടിയെ ഇവർ ഭയപ്പെടുന്നുണ്ടാകാം. അതല്ലെങ്കിൽ പോലീസ് തന്നെ ഇവർക്ക് ഒത്താശ ചെയ്യുന്നുണ്ടാകാം. ഇതുപോലുള്ള, അതായത് 30ഓളം ക്രിമിനൽ കേസിലെ പ്രതിയാണ്
തമ്മനം ഫൈസല് 2007 ഈ കാപ്പ ചുമത്തിയപ്പോൾ അന്ന് ആദ്യമായി കാപ്പ ചുമത്തപ്പെട്ട തമ്മനം ഷാജി, തമ്മനം ഫൈസൽ ഉൾപ്പെടെയുള്ളവരായിരുന്നു. അത് അദ്ദേഹം തന്നെ പറയുന്നു, ഈ തമ്മനം ഫൈസൽ തന്നെ പറയുന്നു, 2007 താൻ ഈ കാപ്പ ചുമത്തപ്പെട്ടപ്പോൾ നാട് വിട്ടു, ഗൾഫിലേക്ക് കടന്നു. 4 വർഷത്തിന് ശേഷമാണ് തിരികെ നാട്ടിലെത്തിയതെന്ന്. ഇപ്പോഴും ഇതുപോലുള്ള കൊട്ടേഷൻ സംഘത്തെ നിയന്ത്രിക്കുന്നുണ്ട്. മാത്രമല്ല 3 വർഷം മുൻപ് ഈ തമ്മനം ഫൈസലിന്റെ ഒരു ലോറി കത്തിച്ചിരുന്നു. അതിന് ശേഷം അത് മരടനീഷാണ്, ഗുണ്ടാ നേതാവ് മരടനീഷാണ് കത്തിച്ചതെന്ന് സംശയിക്കുന്നുണ്ട്. ഇപ്പോഴും മരടനീഷിനോട് തനിക്ക് വിരോധമുണ്ട്. ഒരുപക്ഷെ ഗുണ്ടാ കുടിപ്പകായുടെ ഭാഗമായിട്ടുള്ള ആക്രമണങ്ങൾ തെരുവിൽ ഉണ്ടാകാം എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. പക്ഷെ നമ്മുടെ പോലീസ് ഇവർക്കെതിരെ ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ടോം ആലുവ റൂറൽ എസ് പി പറയുന്നുണ്ടായിരുന്നു, ഈ ഗുണ്ടകളുടെ കണക്കും പറഞ്ഞു, അത്രമാത്രം ഗുണ്ടകളെ അകത്തിട്ട് കഴിഞ്ഞുവെന്ന്. പക്ഷേ കൊച്ചിയെ വിറപ്പിച്ചിരുന്ന കുപ്രസിദ്ധ ഗുണ്ടാ നേതാക്കളൊക്കെ ഇപ്പോഴും പുറത്ത് തന്നെ ഉണ്ടല്ലോ. അതിനുദാഹരണമാണല്ലോ ഫൈസൽ ന്യൂസ് 18 തന്നെ വന്ന് അഭിമുഖം തരുന്നത്. അതുപോലെ തന്നെ ഭായ് നസീറും മരടനീഷും ഒക്കെ ഇപ്പോൾ വെളിയിലാണ്. എന്നിട്ട് ഇവരൊക്കെ പറയുന്നത് ഞങ്ങൾ ഇതെല്ലാം നിർത്തി എന്നാണ്. അതാണ് കാരണം. ഈ പോലീസിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഇവർ ഈ രീതിയിൽ മാധ്യമങ്ങൾക്ക് മുൻപാകെ വരുന്നത്. കഴിഞ്ഞ ദിവസം മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ ഒരു പ്രമുഖ പത്രമാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മരടനീഷും ഭായ് നസീറും പറഞ്ഞത് ഞങ്ങൾ ഗുണ്ടാ പണി നിർത്തി. അതേ ശബ്ദം തന്നെയാണ്, അതേ രീതിയിലുള്ള ഭാഷ തന്നെയാണ് തമ്മനം ഫൈസലിൻ്റെതും. അതായത് ഞാൻ ഗുണ്ടാ പണിയെല്ലാം നിർത്തി, ഇനി നല്ല പുള്ളിയായി ജീവിക്കും, അതായത് തൊഴിലെടുത്ത് ജീവിക്കുന്നു, ബിസിനസ് ഉണ്ട് എന്നൊക്കെ. എന്ത് രീതിയിലുള്ള ബിസിനസ്സാണ് അതുകൂടി പരിശോധിക്കേണ്ടതാണ്. അതായത് നേരത്തെ ഈ തമ്മനം ഫൈസലിന് സ്പിരിറ്റ് കടത്തുണ്ടായിരുന്നു എന്ന ആരോപണമുണ്ട്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ മദ്യപിക്കില്ല, ലഹരി ഉപയോഗിക്കില്ല, സ്പിരിറ്റ് കടത്തില്ല, തനിക്ക് ലഹരി ഇടപാടുകളില്ല. പക്ഷെ കൊച്ചിയിലെ പല പ്രമുഖ ഗുണ്ടാ നേതാക്കന്മാർക്കും ലഹരി ഇടപാടുണ്ട്. ലഹരി മാഫിയയ്ക്ക് ഇവർ ഒത്താശ ചെയ്യുന്നു. അതിലെ പ്രധാനികൾ ഈ ഗുണ്ടാ സംഘങ്ങൾ തന്നെയാണെന്ന് തമ്മനം ഫൈസൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ അത് കൃത്യമായും പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ പോലീസ് അത് പരിശോധിക്കേണ്ടതാണ്. കാരണം ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്കും ലഹരി മാഫിയയ്ക്കും എസ്കോർട്ട് പോകുന്നതാണ് പ്രധാനമായും ഈ ഗുണ്ടാ മാഫിയയുടെ പണി. കാരണം ഇന്ന് കൊട്ടേഷൻ ഏറ്റെടുത്ത് അത് നടപ്പാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിന്റെ നിയമ നടപടികൾ, കോടതി, മറ്റു ചെലവുകളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് ഈ ലഹരി മാഫിയയ്ക്കും അതോടൊപ്പം സ്വർണ്ണക്കടത്ത് സംഘത്തിനും എസ്കോർട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരം നടപടികൾ ഉണ്ടാകാറില്ല. മാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു വരുമാനം ഇവർക്ക് ലഭിക്കും എന്നതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് ലഹരി മാഫിയ, ഈ ഗുണ്ടാ സംഘങ്ങൾ മാറുന്നത്. മഞ്ജുഷ. ശരി, ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഔറംഗസീബ് പെരുമ്പാവൂർ അനസിനെ കുറിച്ച് ന്യൂസ് 18 വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഗുണ്ടാ സംഘങ്ങൾക്കായുള്ള തെരച്ചിൽ പോലീസ് പേരിനെങ്കിലും വ്യാപകമാക്കിയത്. ഇപ്പോൾ തമ്മനം ഫൈസൽ എന്ന കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ന്യൂസ് 18 ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾക്ക് ലഹരി ഇടപാടുമായി ബന്ധമുണ്ട്, നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യമാണ്. പോലീസ് ഇപ്പോൾ ഗുണ്ടകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വ്യാപകമാക്കുന്ന സമയത്താണ് തമ്മനം ഫൈസലിന്റെ ന്യൂസ് 18 ഈ വെളിപ്പെടുത്തലുകൾ. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയാണ്. ഇന്നലെ രാത്രി കനത്ത മഴയായിരുന്നു. കോട്ടയത്ത് മീൻ പിടിക്കാൻ പോയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊച്ചിയിൽ പെയ്ത മഴയിൽ നഗരത്തിന്റെ പല ഭാഗത്തും വെള്ളക്കെട്ടാണ്. ഇന്നലെ രാത്രി KSRTC ബസ് സ്റ്റാൻഡിൽ നിറയെ മലിനജലമായിരുന്നു. തിരുവനന്തപുരത്ത് രാത്രി തുടങ്ങിയ മഴയ്ക്ക് അല്പം ശമനം ഇപ്പോഴുണ്ട്. രാത്രി പെയ്ത മഴയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തൃശൂർ അശ്വിനി ആശുപത്രിയിലും വെള്ളം കയറിയിരുന്നു. സംസ്ഥാനത്ത് കാലവർഷം എത്തുമുമ്പേയുള്ള വേനൽ മഴ കനത്തു പെയ്യുകയാണ്. നിർത്താതെ പെയ്യുന്ന മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് തുടരുന്നു. കോട്ടയത്ത് മീൻ പിടിക്കാൻ പോയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഓണം തുരുത്ത് മങ്ങാട്ടുകുഴി സ്വദേശി വിമോദ് കുമാറാണ് മരിച്ചത്. കോഴിക്കോട് പന്തീരാങ്കാവ് ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. കൊല്ലം കല്ലടയിൽ തെങ്ങ് വീണ് വീട് തകർന്നു. കിഴക്കേ കല്ലട കൊച്ചുപ്ലാമൂട് സ്വദേശി ഷാജിയുടെ വീടാണ് തകർന്നത്. ഓടിട്ട വീടിന്റെ കിടപ്പുമുറിയും അടുക്കളയും പൂർണ്ണമായും തകർന്നു. ഇടുക്കി മുതൽ വയനാട് വരെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ്7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. കടലാക്രമണവും രൂക്ഷമാണ്. തെക്കൻ കേരളത്തിന് മുകളിലായി ചക്രവാത ചുഴിയും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും നിലനിൽക്കുകയാണ്. നദികളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയർന്നു. ഇടുക്കി മലങ്കര അണക്കെട്ട് തുറന്നു. തൃശൂരിൽ വെള്ളക്കെട്ട് ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. മുക്കം കൊടിയത്തൂർ പഞ്ചായത്തിലെ ചുള്ളിക്കാപ്പറമ്പ് ചെറുവാടി റോഡിലാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്.
റോഡ് ബ്ലോക്ക് ആക്കിയ കോടൊക്കെ താഴത്തെത്തിന്. റോഡ് നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിന് അരികിലുള്ള കുന്നുമ്മൽ പ്രദേശത്ത് 2 വീടുകളിൽ ശക്തമായ മഴയിൽ വെള്ളം കയറി. റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള ഡ്രൈനേജ് നിർമ്മാണത്തിലെ അപാകതയാണ് വെള്ളം കയറാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ റോഡ് പ്രവൃത്തി നടത്തുന്ന കരാറുകാർ പറയുന്നത് ജലജീവൻ മിഷന്റെ പൈപ്പിടാനായി റോഡ് വെട്ടിപ്പൊളിച്ചതിന്റെ ഭാഗമാണെന്നാണ്. തെങ്ങിന് മുകളിൽ വന്ന് കോൺക്രീറ്റ് തീരെ ഇല്ല. അടിയിൽ ഒന്നും ചെയ്തില്ല. അടിയിൽ 10-20 ഫൂട്ട് 7 മീറ്റർ നീള ഇതിൻ്റെ ഹൈറ്റ്. 7 മീറ്റർ 20 ഫൂട്ട് ഫുള്ള് മണ്ണ് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു കോൺക്രീറ്റും ഉണ്ട്. അതിനകത്തൊരു കമ്പി തന്നെ സാധനമില്ല. തീറ്റ കോൺക്രീറ്റ് കെട്ടിച്ചാലോ. തൃശൂർ അശ്വിനി ആശുപത്രിയിൽ കനത്ത മഴയിൽ വെള്ളം കയറി. വർക്കല പാപനാശത്ത് കുന്നിടിഞ്ഞു. മലപ്പുറം ജില്ലയിൽ പൊതുവെ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ചിലയിടങ്ങളിൽ കനത്ത മഴ ലഭിച്ചു. പൊന്നാനി, കരിപ്പൂർ മേഖലയായിരുന്നു മഴ ശക്തമായിരുന്നത്. പ്രതികൂല കാലാവസ്ഥ കാരണം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കരിപ്പൂരിൽ നിന്നുള്ള ദോഹ സർവീസ് റദ്ദാക്കി. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അബുദാബി, മസ്കറ്റ് വിമാനങ്ങൾ വൈകിയാണ് യാത്ര തുടങ്ങിയത്. വഴിതിരിച്ചുവിട്ട ദോഹ കരിപ്പൂർ വിമാനം മംഗലാപുരത്തിറക്കി. കനത്ത മഴയിൽ മലപ്പുറം, കൊണ്ടോട്ടി, ചെറുകാവ്, നെച്ചിയിൽ മണ്ണിടിഞ്ഞു. റോഡിലേക്ക് മണ്ണിടിഞ്ഞ് അല്പസമയം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ജില്ലയിൽ മറ്റെവിടെയും അനിഷ്ട അപായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നദികളിലെ ജലനിരപ്പ് സാധാരണ നിലയിലാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊച്ചി നഗരത്തിൽ ഇത്തവണയും പതിവ് പോലെ വെള്ളക്കെട്ടായിരുന്നു. KSRTC ബസ് സ്റ്റാൻഡ് വെള്ളത്തിൽ മുങ്ങി. ദീർഘദൂര യാത്രയ്ക്കായി എത്തിയവർ ദുരിതത്തിലായി. ശുചിമുറികളിൽ നിന്ന് ഒഴുകി വന്ന മലിനജലത്തിൽ ഏറെ നേരം നിൽക്കേണ്ട അവസ്ഥയാണ് യാത്രക്കാർക്കുണ്ടായത്. വൻ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്ത് പുതിയ KSRTC സ്റ്റാൻഡ്, വ്യാപാര സമുച്ചയം ഇവയൊന്നും ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല. എറണാകുളത്ത് രാവിലെ 7 മണിക്ക് തുടങ്ങിയ മഴ ഏകദേശം 2 മണിക്കൂർ തോരാതെ തന്നെ പെയ്തു. കൊച്ചിയിലെ പല ഇടറോഡുകളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ കൊച്ചിയിൽ തകൃതിയായി പലയിടങ്ങളിലും നടന്നു എങ്കിൽ പോലും വെള്ളം ഒരു മഴ തോരാതെ ഒരു 3-4 മണിക്കൂർ പെയ്തു കഴിഞ്ഞാൽ കൊച്ചിയുടെ പല ഭാഗങ്ങളും വെള്ളക്കെട്ടിൽ മുങ്ങുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ എറണാകുളത്തെ KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇത് തന്നെയാണ് കൊച്ചിയിലെ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ. പതിവ് വ്യത്യസ്തമല്ല. എല്ലാ കാലത്തെയും പോലെ ഇത്തവണയും വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ് KSRTC സ്റ്റാൻഡ്. യാത്രക്കാർക്ക് സ്റ്റാൻഡിനുള്ളിൽ നിൽക്കാൻ കഴിയാത്ത അത്ര വലിയൊരു അവസ്ഥയാണ്. വലിയ മലിനജലമാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വലിയ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത്. അകത്തുള്ള ശുചിമുറിയിൽ നിന്നൊക്കെ ഉള്ള മാലിന്യങ്ങളും വേസ്റ്റുകളും എല്ലാം തന്നെ ഈ വെള്ളത്തിലൂടെ വന്ന് നിൽക്കുകയാണ്. നമുക്ക് ഈ കാണാം, ഇതിൻ്റെ ഉള്ളിലെ കടകളിലുള്ള ആളുകളൊക്കെ വലിയ ദുരന്തത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ചേച്ചി, ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഈ വെയിറ്റ് റൂമിലൊക്കെ നിറച്ച് വെള്ളമായിരുന്നു. പിന്നെ നടക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയുടെ പിന്നെ ഇത് കാണുന്ന കാഴ്ച, വെള്ളപ്പൊക്കം കയറിയിട്ട് എന്താണ് ഒരു വിധത്തിലും പറ്റണില്ല. അത് തന്നെയാണ് അവസ്ഥ. ഈ യാത്രക്കാർ ദൂരത്തൊക്കെ യാത്ര ചെയ്യുന്നവർ കാത്തു നിൽക്കുന്നത് ഇവിടെയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ഉള്ളിലേക്ക് കയറാൻ കഴിയാത്ത അത്ര മോശം അവസ്ഥയിലാണ്. ഉള്ളിലുള്ള കടക്കാരൊക്കെ വലിയ ആശങ്കയിൽ തന്നെയാണ്. ഈ ഫെബ്രുവരിയിൽ ഈ KSRTC സ്റ്റാൻഡ് പുനർനിർമ്മിക്കാമെന്നുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതിന് മുന്നോടിയായി സ്ഥലം MLAയും ഒപ്പം MP-യും അടക്കം ഇവിടെ എത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ യാതൊരു ഫലവുമില്ല. ഇപ്പോഴും ഈ മഴ പെയ്തപ്പോൾ ഈ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ്. എറണാകുളം ബസ് സ്റ്റാൻഡിൽ എത്തുന്ന KSRTC സ്റ്റാൻഡിൽ എത്തുന്നവർക്ക് ഇത് പതിവ് കാഴ്ചയാണ്. ഒരു മഴ പെയ്താൽ നിർത്താതെ ഒരു 3-4 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്തു കഴിഞ്ഞാൽ ഈ KSRTC സ്റ്റാൻഡ് മുങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ്. എന്തായാലും ഇതിന് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഒക്കെ പരാതി. പലരും ഈ കുട്ടികളുമായിട്ടൊക്കെ വന്ന് ദീർഘദൂരം യാത്ര ചെയ്യുന്നവരൊക്കെ ഇരിക്കുന്ന ഇരിപ്പിടം ഇവിടെയാണ്. ഇവിടെ ഇരുന്നിട്ടാണ് വാഹനങ്ങളൊക്കെ വരുമ്പോൾ കയറാൻ വേണ്ടി നിൽക്കുന്നത്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നത് കൊണ്ടാണ് ചെറിയൊരു ആശ്വാസം എന്നോണം ഇങ്ങോട്ടേക്ക് മാറി നിൽക്കാൻ കഴിയുന്നത്. പക്ഷേ മഴ തുടർച്ചയായി പെയ്താൽ അതും നടക്കില്ല. ചേട്ടാ,
നല്ല വെള്ളക്കെട്ടാണല്ലോ. എങ്ങോട്ടേക്ക് പോകാനാണ് ഇവിടെ? നമ്മൾ 3000 രൂപ. മൂവാറ്റുപുഴ. ഈ KSRTC സ്റ്റാൻഡിന്റെ അവസ്ഥ ഉണ്ടല്ലോ, ഒന്ന് ഇരിക്കാൻ പോലും പറ്റാത്തൊരു വളരെ ദയനീയാവസ്ഥയാണ്. കാരണം വെച്ചാൽ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് കാണുമ്പോൾ സ്വർഗമാണ്. നമ്മൾ വയനാടാണ്, മാനന്തവാടി വയനാടാണ്. പക്ഷേ ഇത് കാണുമ്പോൾ ഭയങ്കര ദയനീയാവസ്ഥ. കാരണം ഇത് മെട്രോ സിറ്റിയാണ്. ഈ മെട്രോ സിറ്റിയിൽ പിന്നെ ഒരു KSRTC സ്റ്റാൻഡ് ഇങ്ങനെയെന്ന് പറയുമ്പോൾ നമുക്ക് വിചാരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണിത്. അത് തന്നെയാണ്, മെട്രോ സിറ്റിയാണ്, കൊച്ചി നഗരമാണ്. പക്ഷേ ഒരു മഴ പെയ്താൽ അവിടെയുള്ള KSRTC സ്റ്റാൻഡിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. എന്നാലും ഇനിയെങ്കിലും ഇതിനൊരു പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഇവിടെ എത്തുന്ന ഓരോ യാത്രക്കാരും പ്രതീക്ഷിക്കുന്നത്. നവമി ദിനേശ്, ന്യൂസ് 18, കൊച്ചി. ആലപ്പുഴയിലും പലയിടങ്ങളിലും പ്രശ്നമാണ്. ചമ്പക്കുളത്തെ റോഡിലും വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന പല ഭാഗങ്ങളിലും റോഡുകളിൽ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും റോഡ് ഇടിഞ്ഞിട്ടുമുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ഇടവിട്ടാണ് മഴയുള്ളത്. എന്തായാലും അതിശക്തമായ മഴ ഇന്ന് രാവിലെ മുതൽ അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും ഇടവിട്ട് ചാറ്റൽ മഴ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും കുട്ടനാടിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് പമ്പയാറിന്റെ തീരപ്രദേശങ്ങളിലേക്ക് ഉള്ള ഭാഗങ്ങളിലൊക്കെ ചെറിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട്. നമ്മളെ ദൃശ്യങ്ങൾ കാണുന്നത് ചമ്പക്കുളം ഭാഗത്താണ്. ചമ്പക്കുളം എടത്വ റോഡിലാണ്. ഇവിടെ പ്രധാനമായും ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പാടശേഖരവുമായി ബന്ധപ്പെട്ട ചില പ്രതിസന്ധികളാണ് അത്തരമൊരു വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമെന്നാണ്. ഏത് പാടമാണിത്? പള്ളിപ്പാട് അല്ലേ? എന്ത് ഈ ഇത്രയും സ്ഥലത്ത് മാത്രം ഇങ്ങനെ വെള്ളം വരാൻ കാര്യം എന്താ? ഇത് മഴ, ഈ പമ്പ് മോട്ടോർ ഈ പെട്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. മഴ പെയ്തപ്പം വെള്ളം കൂടിയത്. 2 ദിവസം നല്ല മഴയല്ലായിരുന്നു, അത് കാരണം വെള്ളം കൂടിയത്. അപ്പൊ ഈ പമ്പിങ്ങിന്റെ കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ടോ? ശരിയാക്കുന്നുണ്ട്. എപ്പോഴത്തേക്കാകുന്നത്? ഇന്ന് നടത്തും. അങ്ങനെയാണെങ്കിൽ ഇത് പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയുമോ? പമ്പ് ചെയ്ത് പുറത്തോട്ട് കളയും. അങ്ങനെയാണെങ്കിൽ ഈ വെള്ളക്കെട്ട് ഇവിടെ മാറും. ഇവിടെ എത്ര വീടുകളുണ്ട് ഈ പ്രദേശത്ത്? വീടെന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. ഒത്തിരി വീടുണ്ട്. അങ്ങോട്ടുള്ള വീടുകളിലൊക്കെ വെള്ളമാണ്. കിഴക്കൻ മേഖലയിലേക്ക് വെള്ളമാണ്. അവരൊക്കെ ഓരോ സ്ഥലത്ത് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളങ്ങോട്ട് പോയില്ല, മുറ്റത്തെല്ലാം വെള്ളം. നല്ല വെള്ളമാണ്. ആണല്ലേ? ഇതിപ്പം ഈ സാഹചര്യം ഇവിടെ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഇന്നലെ മൊത്തം വന്നത് 2 ദിവസമായി. ആണല്ലേ? ഇന്നലെയാണ് ഇത്രയും രൂക്ഷമായ രീതിയിൽ വെള്ളം വന്നത്. പള്ളിപ്പാടം പാടശേഖരം അല്ലേ? പള്ളിപ്പാടം. അതാണ് അവർ പറയുന്നത്. അതായത് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇവിടെ ഇപ്പോൾ തൊട്ടപ്പുറത്ത് പോരൂർക്കര സ്കൂളാണ്. സ്കൂളിലേക്ക് ബുക്ക് വിതരണം നടക്കുന്നുണ്ടായിരുന്നു. ബുക്ക് വാങ്ങാൻ വന്ന കുട്ടികളടക്കം ഈ വെള്ളത്തിൽ നീന്തി പോകുന്ന സാഹചര്യമുണ്ട്. സ്കൂളിലെ പരിസര പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഈ കിഴക്കൻ മേഖലയിലേക്ക് നമ്മൾ ദൃശ്യങ്ങൾ പോകുകയാണെങ്കിൽ അവിടെ ധാരാളം വീടുകളുണ്ട്. അവിടെയും ഈ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. പമ്പിങ്ങിൽ വന്ന തകരാറ്, അതായത് പമ്പിംഗ് കൃത്യമായി നടത്താൻ കഴിയാതെ വരികയും മോട്ടോർ തറയിൽ നിന്ന് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. അതാണ് അടിയന്തര സാഹചര്യത്തിൽ വെള്ളം പുറന്തള്ളാൻ കഴിയാതെ പോയത് പാടശേഖരത്തിൽ നിന്നാണ്. പാടശേഖരം കരകവിഞ്ഞാണ് ഈ പ്രദേശങ്ങൾ ഇപ്പോൾ വെള്ളം ആയിട്ടുണ്ട്. 100 കണക്കിന് വീടുകളിൽ ഇത്തരത്തിൽ വെള്ളമുണ്ട് എന്നുള്ളതാണ്. മറ്റു മേഖലകൾ പരിശോധിക്കുകയാണെങ്കിൽ തീരദേശ മേഖലകളിൽ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നു. നമുക്കറിയാം, കടലാക്രമണവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും കള്ളക്കടൽ പ്രതിഭാസമൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കടലാക്രമണ ഭീഷണിക്ക് അപ്പുറത്തേക്ക് തുടർച്ചയായി അവർക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ടും പോകാൻ കഴിയാത്തത് കൊണ്ടും അത്തരത്തിലൊരു വറുതിയുടെ ഘട്ടത്തിലൂടെ ആണ് മത്സ്യത്തൊഴിലാളികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീരദേശം കഴിഞ്ഞാൽ പിന്നെ ദേശീയപാതയാണ്. ദേശീയപാതയിലും ഇത്തരം പ്രതിസന്ധി നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് അമ്പലപ്പുഴയും കായംകുളവും അടക്കമുള്ള മേഖലയിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡുകളിൽ രൂപപ്പെട്ട കുഴികൾ അത് വലിയ അപകടക്കെണിയായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അമ്പലപ്പുഴ, അറവുകാട് ഭാഗത്തൊക്കെ റോഡുകൾ വലിയ കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ കുഴികൾ കടന്നു പോകുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറുന്നു. രാത്രികാലങ്ങളിൽ അപകടങ്ങളിലേക്ക് പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നു. കായംകുളം മേഖലയിൽ ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ ദേശീയപാതയ്ക്ക് അരികിലുള്ള കടകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. എന്തായാലും നിലവിലത്തെ ജലനിരപ്പ് നോക്കുകയാണെങ്കിൽ വലിയ ഭീതിതമായ രീതിയിലൊന്നും ആലപ്പുഴയിൽ ജലനിരപ്പ് ഉയരുന്നില്ല. കിഴക്കൻ മേഖലകളിൽ മഴ തുടർന്നാൽ അത് സ്വാഭാവികമായും അതിന്റെ പ്രതിഫലനം ആലപ്പുഴ ജില്ലയിലും ഉണ്ടാകും, കുട്ടനാടൻ മേഖലകളിലും ഉണ്ടാകും. അത് ഒഴുകി വരുന്നതിനൊരു സമയമുണ്ട്. തണ്ണീർമുക്കവും തോട്ടപ്പള്ളിയും വഴി പരമാവധി ജലം വേഗത്തിൽ പുറന്തള്ളിയാൽ മാത്രമേ ആ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും തണ്ണീർമുക്കവും ബണ്ടിന്റെ ഷട്ടറുകൾ വേലിയേറ്റ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം ഇറങ്ങിപ്പോകുന്നതിന് പ്രതിസന്ധിയുണ്ട്. ഒപ്പം
തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടറുകൾ ചില ഷട്ടറുകൾ കേടുപാടുകളുണ്ട്. അത് അറ്റകുറ്റപ്പണി ചെയ്ത് പരിഹരിക്കാൻ കഴിയാത്ത നിലയിലാണ് അത് ഇപ്പോൾ ഉള്ളത്. അവിടെയും പ്രതിസന്ധികൾ പല രൂപത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ജലനിരപ്പ് ഉയരുകയോ അത്തരത്തിൽ വലിയ ആശങ്കയ്ക്കുള്ള സാഹചര്യമോ ഇല്ല. നമ്മളിപ്പോൾ കാണുന്ന ചില പ്രദേശങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉള്ളിടത്ത് മാത്രമാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത് ആലപ്പുഴയിൽ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ചമ്പക്കുളത്ത് നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുത് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 12 ദിവസമായി മീൻ പിടിക്കാൻ പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ. തിരുവനന്തപുരം ശംഖുമുഖത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെയും ചക്രവാത ചുഴിയുടെയും പേരിൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അതിശക്തമായ മഴ തുടരുകയാണ്. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ കഴിഞ്ഞ രാത്രിയിൽ തുടങ്ങിയ മഴ ശമനമില്ലാത്ത തരത്തിൽ പല മേഖലകളിലേക്കും വ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തീരമേഖലകളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകരുത് എന്ന കർശനമായ നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നൽകുന്ന ഒരു പശ്ചാത്തലവും കൂടിയുണ്ട്. എന്തായാലും മത്സ്യബന്ധനത്തിന് പോയി നിത്യ ഉപാധിക്ക് വേണ്ട കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പിന്നെ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ തീരത്ത് നീണ്ടു നിൽക്കുന്ന കാഴ്ചയാണ് ശംഖുമുഖം ഉൾപ്പെടെയുള്ള മേഖലകളിൽ. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് മത്സ്യത്തൊഴിലാളികൾ തന്നെ ഉത്തരം തരും. എന്താ ഏട്ടാ ഇങ്ങനെ ഈ തീരത്ത് ഇങ്ങനെ നിൽക്കുന്നത്? ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്താണ്? ആര് പറയും? ഇങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളിക്ക് പണിക്ക് പോകണ്ടെന്ന് ഗവൺമെന്റ് വിലക്കിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് 60 വയസ്സ് പ്രായം ചെന്നവർക്ക് 1600 രൂപ പെൻഷനുണ്ട്. 6 മാസമായിട്ട് പെൻഷൻ തരുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെ ഉദ്ദേശം എന്തെങ്കിലും വലിയ മീന് തണുപ്പുണ്ട്, വെള്ളത്തിന്റെ തണുപ്പുകൊണ്ട് വലിയ മീനോ എല്ലാം തിരയിലൊക്കെ അടിച്ചു കയറുമ്പോൾ നിങ്ങളെ പോലെ വിദേശികൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കാശ് 10 രൂപ 5 രൂപ അങ്ങനെ പോക്കറ്റിൽ നിന്നൊക്കെ പോകുന്ന കാശുകൾ ഞങ്ങൾക്ക് കിട്ടും. അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എന്നാ കിട്ടിയത്? 10 രൂപ 15 രൂപ ഇങ്ങനെയൊക്കെ കിട്ടും. മാല കടലിൽ നിന്ന് കിട്ടിയതാണ്. ഇന്ന് കിട്ടിയത്? ഇന്ന് കിട്ടിയതാണ്. സ്വർണ്ണമാണോ? പിത്തളയാണ്. സ്വർണ്ണമായിരുന്നെങ്കിൽ സ്വർണ്ണമായിരുന്നോണ്ടെങ്കിൽ ഒരു കടത്തിനായാലും. അപ്പൊ ഏതായാലും ഇനി നിൽക്കുമ്പോഴത്തേക്ക് സ്വർണം കിട്ടട്ടെ. ഞങ്ങളിത് വീട്ടിൽ പോകും. മഴ കൊണ്ട് പോർന്നു വയ്യ. എന്തെങ്കിലും തന്നിട്ട് പോയി. ഞങ്ങള് ഒന്നും കിട്ടാതെ കിടക്കണം. കാപ്പൂടിയാൻ 3 പേർക്ക് എന്തെങ്കിലും തരണം. പണിയൊന്നും ചെയ്യുന്നില്ല. അത് ഞങ്ങള് ചായ മേടിച്ചു തരാം. അത് കഴിയട്ടെ, നമുക്ക് ചായ കുടിക്കാം. അപ്പൊ എന്തായാലും ഈ ഇങ്ങനെ നിന്ന നിങ്ങൾക്ക് മുന്നറിയിപ്പൊന്നും ഇല്ലേ? ഇവിടെ നിൽക്കുന്നതിന് കുഴപ്പമില്ലേ? അവസാനമായിട്ട് എന്നാണ് പോയത് കടലിലേക്ക് മീൻ പിടിക്കാനായിട്ട് പോകുന്നത്? ഇനി കടൽ ശാന്തത അല്ലല്ല. ഇപ്പൊ മുമ്പ് കഴിഞ്ഞ ദിവസം എന്നാണ് പോയത്? കഴിഞ്ഞ ദിവസം പോയിട്ട് 12 ദിവസമായി. 12 ദിവസമായി പണിക്ക് കയറാതെ. അപ്പൊ ഇതുവരെ മത്സ്യത്തൊഴിലാളിയുടെ ജീവിതം എങ്ങനെയാണ് അത് ഗവൺമെന്റ് അറിയുന്നു. അപ്പൊ ഞങ്ങള് മൈക്ക് അലൗൺസ് ചെയ്ത് പറയുകയാണ് ഞങ്ങളെ മീൻപിടുത്തക്കാരർ പണിക്ക് പോകണ്ടെന്ന്. 60 വയസ്സ് എന്നവർക്ക് ഇപ്പൊ പെൻഷൻ വരെ തരുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് സാഹചര്യം. ഈ പെൻഷൻ കിട്ടാത്ത ഒരു സാഹചര്യം. അതിനു പുറമെയാണ് 10-12 ദിവസത്തിലധികമായി മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകാൻ കഴിയാത്ത ഒരു ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതി. അത് തന്നെയാണ് ഇങ്ങനെ ഇവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ തിരയെടുത്തുകൊണ്ട് പോയ നാണയത്തൊട്ടുകളോ സ്വർണമോ മറ്റും വീണ്ടും തിരയടിച്ച് കരയിലേക്ക് എത്തിയാൽ അത് എടുത്തുകൊണ്ടുപോയി ചെലവിനുള്ള വക കണ്ടെത്തുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന നിരവധിയായ മത്സ്യത്തൊഴിലാളികളുടെ പ്രതീക്ഷയും. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ശംഖുമുഖത്ത് നിന്നും ഡാൻ കുര്യൻ, ന്യൂസ് 18. തിരുവനന്തപുരം ശംഖുമുഖത്തെ ഈ മത്സ്യത്തൊഴിലാളികളുടെ അതേ അവസ്ഥയിലാണ് സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും മത്സ്യത്തൊഴിലാളികൾ. 12 ദിവസമായി കടലിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. വരും ദിവസങ്ങളിലും കടലിൽ പോകരുത് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഏറ്റവും അവസാനത്തെ വെതർ അപ്ഡേറ്റുമായി ഷംന ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഷംന, ഏറ്റവും അവസാനം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് എന്തൊക്കെയാണ്? ഏതെല്ലാം ജില്ലകൾക്ക് ഇപ്പോൾ റെഡ് അലർട്ട് ഉണ്ട്? എറണാകുളം, തൃശൂർ ജില്ലകൾക്കാണ് ഇപ്പോൾ റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, വയനാട് തുടങ്ങി 8ഓളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. എന്തായാലും മഴ അതിശക്തമായി തുടരുക തന്നെയാണ് ചെയ്യുന്നത്. നാളെയോടുകൂടി മെയ് 24ഓടുകൂടി ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മാത്രമാണ് റെഡ് അലർട്ട് ഉള്ളൂ. പക്ഷേ ഒപ്പം
ഡാമുകളിലെ ജലനിരപ്പ് ഉയർന്നത് സംബന്ധിച്ച് ആശങ്ക പലരും പങ്കുവച്ചിരുന്നു. എന്നാൽ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നിലവിൽ എല്ലാ ഡാമുകളിലും ജലനിരപ്പിൽ കാര്യമായ ഒരു വർധനവില്ല. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഈ മാസം ഇതുവരെ പ്രതീക്ഷിച്ചിരുന്ന ഒരു നീരൊഴുക്ക് 230 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഒരു നീരൊഴുക്കാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇതുവരത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 163 ദശലക്ഷം യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഒരു നീരൊഴുക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതായത് ഡാമുകളിൽ ജലനിരപ്പിൽ കാര്യമായ വർധനവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതോടെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴ മുന്നറിയിപ്പ് ഉണ്ട്. ശരി, നിലവിൽ ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഉള്ളത്. ഇടയ്ക്ക് മഴ വിട്ടുനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരിടത്തും മഴ പൂർണ്ണമായും തോർന്നിട്ടില്ല എന്നതാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകൾ. മറ്റു വാർത്തകളിലേക്ക് പോകുന്നു. IT പാർക്കുകളിൽ മദ്യവിതരണം ഉടൻ തുടങ്ങും. നിർദ്ദേശങ്ങൾക്ക് നിയമസഭാ സമിതി അംഗീകാരം നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷ MLA-മാരുടെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് IT പാർക്കുകളിൽ മദ്യവിൽപ്പന തുടങ്ങാനായിട്ട് തീരുമാനം വന്നിരിക്കുന്നത്. ഇതിപ്പോൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ അന്തിമ തീരുമാനം ആയിട്ടില്ല. പെരുമാറ്റച്ചട്ടം പിൻവലിച്ച ശേഷം മദ്യവിൽപ്പനയിൽ തീരുമാനമുണ്ടാകും. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന നിർദ്ദേശവും ഇപ്പോൾ സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ട്. മിക്കവാറും ഡ്രൈ ഡേ ഒഴിവാക്കിയേക്കും. 2 വർഷം മുമ്പുള്ള മദ്യനയത്തിൽ നിർദ്ദേശമുണ്ടായിരുന്നുവെങ്കിലും പ്രായോഗികത സംബന്ധിച്ച് നിരവധി സംശയങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് IT പാർക്കുകളിലെ മദ്യശാല കാര്യത്തിൽ ഇത്രയും സമയം തീരുമാനം വൈകിയത്. സബ്ജക്ട് കമ്മിറ്റി നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച ശേഷം തീരുമാനത്തിലേക്ക് പോകാനായിരുന്നു സർക്കാരിന്റെ ആലോചന. സബ്ജക്ട് കമ്മിറ്റിയിലും പ്രതിപക്ഷം ശക്തമായ എതിർപ്പാണ് ഈ വിഷയത്തിൽ ഉയർത്തിയത്. IT പാർക്കുകളിൽ മദ്യശാല തുടങ്ങിയാൽ അത് അവിടുത്തെ സമാധാന അന്തരീക്ഷം പോലും തകർക്കും. IT പാർക്കുകളുടെ പ്രവർത്തനം പോലും തടസ്സപ്പെടുത്തും. മാത്രമല്ല അവിടെ ക്രമസമാധാന വിഷയങ്ങളുണ്ടാകും. IT പാർക്കുകളിൽ ഇപ്പോഴുള്ള സമാധാന അന്തരീക്ഷം ഉണ്ടായില്ല തുടങ്ങി നിരവധി എതിർവാദങ്ങൾ പ്രതിപക്ഷ MLA-മാർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും K ബാബുവും അടക്കമുള്ള MLA-മാർ സബ്ജക്ട് കമ്മിറ്റി യോഗത്തിലും മുന്നോട്ട് വെച്ചു. മാത്രമല്ല എത്ര കമ്പനികൾക്ക് ഇത്തരത്തിൽ മദ്യ ലൈസൻസ് നൽകാൻ കഴിയും, അത് മദ്യ ലൈസൻസുകളുടെ എണ്ണം ക്രമാതീതം വർദ്ധിക്കാനിടയാക്കുമെന്ന ആശങ്കയും പ്രതിപക്ഷ MLA-മാർ മുന്നോട്ട് വെച്ചു. പക്ഷേ ഈ ആശങ്കകളെല്ലാം മറികടന്നുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത്. സബ്ജക്ട് കമ്മിറ്റി ഇത് പ്രതിപക്ഷ MLA-മാരുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് ഈ നിർദ്ദേശങ്ങൾ ചില ഭേദഗതികളോടുകൂടി പാസാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ വൈകാതെ എക്സൈസ് വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറക്കും. നേരത്തെ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്ന വിഷയമാണ് IT പാർക്കുകളിലെ മദ്യശാലകൾ. അതുകൊണ്ട് തന്നെ കാര്യമായ നിയമ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകില്ലെന്നാണ് കരുതുന്നത്. സംസ്ഥാനത്തെ നിക്ഷേപത്തിനെത്തുന്ന IT മേഖല നിക്ഷേപത്തിനെത്തുന്ന ബഹുരാഷ്ട്ര കമ്പനി അടക്കമുള്ളവർ തങ്ങളുടെ ജീവനക്കാർക്ക് ഉല്ലാസവേളകൾ അതിനുള്ള അവസരങ്ങൾ സംസ്ഥാനത്തില്ല എന്ന പരാതി മുഖ്യമന്ത്രി അറിയിച്ചത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് IT പാർക്കുകളിൽ മദ്യശാലകൾ തുടങ്ങാൻ സർക്കാർ തീരുമാനിച്ചത്. ഇപ്പോൾ FL4C എന്ന പേരിലാകും പുതിയ ലൈസൻസ് ഈ IT പാർക്കുകളിലെ മദ്യശാലകൾക്ക് നൽകുക. സർക്കാർ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലുള്ള IT പാർക്കുകൾ പ്രത്യേക സ്ഥലത്ത് സ്ഥാപിക്കുന്ന വിനോദ കേന്ദ്രത്തിൽ മദ്യശാല സ്ഥാപിക്കാം എന്നുള്ളതാണ് വ്യവസ്ഥ. ക്ലബ്ബ് മാതൃകയിലാകും പ്രവർത്തനം. ക്ലബ്ബ് ലൈസൻസ് മാതൃകയിൽ തന്നെയാകും ഈ പ്രത്യേക ലൈസൻസും നൽകുന്നത്. ഇതിന് നിയന്ത്രണ ചുമതല IT പാർക്കുകളിലെ ഡെവലപ്പർക്കോ കോ ഡെവലപ്പർക്കോ ആകണമെന്നാണ് എക്സൈസ് വകുപ്പിന്റെ ശുപാർശ. രാവിലെ 11 മുതൽ രാത്രി 11 വരെ സംസ്ഥാനത്തെ മദ്യശാലയുടെ മാതൃകയിൽ ഈ മദ്യശാലകളും പ്രവർത്തിക്കും. മറ്റ് സംസ്ഥാനത്തെ ബെവറേജ് കോർപ്പറേഷൻ നൽകുന്ന മാതൃകയിൽ തന്നെ മറ്റ് ബാറുകൾക്ക് നൽകുന്ന മാതൃകയിൽ തന്നെ IT പാർക്കുകൾ ലൈസൻസുകൾക്ക് ബെവറേജ് കോർപ്പറേഷൻ്റെ ഗോഡൌണിൽ നിന്നാകും മദ്യം നൽകുക. പുറത്തുള്ളവർക്ക് ഇവിടെ പ്രവേശനം ഉണ്ടാകില്ല എന്ന കർശന വ്യവസ്ഥ ഉണ്ടാകും. പക്ഷേ അവരുടെ ഗസ്റ്റുകൾക്ക് അതിഥികൾക്ക് അവിടെ പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടാകും. ഏതായാലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചാൽ അധികം വൈകാതെ IT പാർക്കുകളിലെ മദ്യവിതരണത്തിലുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പുതിയ മദ്യനയം സംബന്ധിച്ചും ചർച്ചകൾ സജീവമാണ്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടവരുടെ യോഗം എക്സൈസ് മന്ത്രി വിളിച്ചിരുന്നു. ചീഫ് സെക്രട്ടറിയും ഇത്തരം സെക്രട്ടറിമാരുടെ യോഗങ്ങൾ ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ച ശേഷം പുതിയ മദ്യനയത്തിൻ്റെ കാര്യത്തിലും സർക്കാർ അന്തിമ തീരുമാനമെടുക്കും. ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് പ്രധാനമായും ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ മുന്നിലുള്ളത്. 1-ാം തീയതിയുടെ ഡ്രൈ ഡേ ടൂറിസം മേഖലയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നുവെന്ന ആശങ്കയും അവരുടെ നിവേദനങ്ങളും സർക്കാരിന് മുന്നിലുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ട് ടൂറിസം കേന്ദ്രങ്ങളിലെങ്കിലും ഡ്രൈ ഡേ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി തന്നെ ഡ്രൈ ഡേ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങളിലേക്കോ സർക്കാർ കടക്കും. പുതിയ മദ്യനയത്തിലാകും അതുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാവുക. ഇനി കൊച്ചിയിലെ അവയവക്കടത്ത് കേസിനെ കുറിച്ചാണ്. ചില നിർണായക വിവരങ്ങൾ അവയവക്കടത്ത് കേസിൽ പോലീസിന് കിട്ടിയിട്ടുണ്ട്. നേരത്തെ സാബിദ് എന്നയാൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റിലായിരുന്നു. സാബിദ് അവയവക്കടത്തിലെ പ്രധാന കണ്ണി എന്നായിരുന്നു പോലീസ് കരുതിയിരുന്നത്. പക്ഷേ പ്രധാന കണ്ണി മാത്രമല്ല സാബിദ്, ഇടനിലക്കാരൻ മാത്രമല്ല, മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണ് സാബിദ് എന്നാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം. ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങൾക്ക് പുറമെ ഡൽഹിയിൽ നിന്നും സാബിത്ത് ആളുകളെ അവയവങ്ങൾ
എടുക്കുന്നതിന് വേണ്ടി വിദേശത്തേക്ക് കടത്തിയെന്ന വിവരം പോലീസിന് കിട്ടിയിട്ടുണ്ട്. സാബിത്തിന്റെ മൊബൈലിൽ നിന്നാണ് പണമിടപാടിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയത്. മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് വിധേയമാക്കും. സാബിത്തിന്റെ സുഹൃത്തായ കൊച്ചി സ്വദേശി സംഘത്തിന്റെ പ്രധാന കണ്ണിയാണെന്നും അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ നൽകും. നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ പ്രതി സാബിത്തിന്റെ കസ്റ്റഡിയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. 10 ദിവസത്തേക്കാണ് പോലീസിനെ കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ സാബിത്തിന്റെ വിശദമായ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു കഴിഞ്ഞു. എറണാകുളം ആലുവ റൂറൽ SP ബൈബിൾ സക്സേനയുടെ നേതൃത്വത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോഴും ആലുവയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് നിർണായകമായ ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പോലീസ് ആദ്യം കരുതിയിരുന്നത് ഈ പ്രതി സാബിത്ത് ഈ അവയവക്കടത്തിൽ ഒരു സംഘാംഗം മാത്രമായിരുന്നു എന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാൾ സാബിത്താണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള സൂത്രധാരന്മാരിൽ ചിലർ ഉത്തരേന്ത്യ സ്വദേശികളാണെന്നും പോലീസിന് നിർണായകമായ വിവരം ലഭിച്ചു. എന്തായാലും അന്വേഷണം ഉത്തരേന്ത്യയിലേക്കും കേന്ദ്രീകരിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടന്നു കഴിഞ്ഞു. അതിനുവേണ്ടി തന്നെയാണ് 10 പേരടങ്ങുന്ന അന്വേഷണ സംഘത്തെ വിപുലീകരിക്കുകയും ചെയ്തത്. ഹൈദരാബാദിലും ബാംഗ്ലൂരും അല്ലാതെ ഡൽഹിയിലും അവയവ കച്ചവടം നടക്കുന്നുണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ചും ഡൽഹിയിൽ നിന്നുമുള്ള സ്വദേശികളെയും അവയവ കച്ചവടത്തിനായി ഇറാനിലേക്ക് കൊണ്ടുപോകുന്നു എന്നും പോലീസിന് മനസ്സിലാകുകയും ചെയ്തു. ഈ നിർണായക വിവരങ്ങൾ ലഭിച്ചത് സാബിത്തിന്റെ ഫോണിൽ നിന്ന് തന്നെയാണ്. അതിനാൽ ഈ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുവാനും പോലീസ് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം എറണാകുളം സ്വദേശിക്കും ഇതിലൊരു പങ്കുണ്ട്. സാബിത്തിന്റെ ഒരു സഹായിയായി ഒരു എറണാകുളം സ്വദേശിയും ഉണ്ടെന്നും പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. എന്തായാലും ഈ എറണാകുളം സ്വദേശി ആരാണെന്നുള്ളതിൽ കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുകയും ചെയ്തിട്ടുണ്ട്. 2019 തൃശൂർ സ്വദേശിയായ സാബിത്ത് തന്റെ അവയവം ദാനം ചെയ്യുന്നതിനു വേണ്ടി ശ്രീലങ്കയിൽ അവിടെ നിന്ന് ഇറാനിലേക്കും എത്തിയത്. പക്ഷേ ഇറാനിൽ എത്തിയപ്പോൾ തന്നെ തന്റെ അവയവം നൽകാതെ ഇതിലെ മറ്റ് സാധ്യതകൾ മനസ്സിലാകുകയും ഇതിനെ തുടർന്ന് ഇതിലെ ഒരു സംഘാംഗമായി പ്രവർത്തിക്കാമെന്ന് കരുതി സാബിത്ത് കൂടുതൽ ആളുകളെ കേരളത്തിൽ നിന്നും ഒരാളെ പാലക്കാട് സ്വദേശിയായ ഷമീറിനെ കൊണ്ടുപോയെന്ന് അറസ്റ്റിലായ സമയത്ത് തന്നെ സാബിത്ത് പോലീസിന് മൊഴി നൽകിയിരുന്നു. ബാക്കി 19 പേർ ഉത്തരേന്ത്യൻ സ്വദേശികളാണ്. അത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് ഉള്ള 19 യുവാക്കളെയാണ് താൻ കൊണ്ടുപോയതെന്നും സാബിത്ത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ 20 പേരെ കുറിച്ചുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. പിന്നീടാണ് ഈ അവയവദാനം നൽകാതെ ഇതിലെ ഒരു അംഗമായി പ്രവർത്തിക്കുകയും ചെയ്തത്. എന്തായാലും മുഖ്യ സൂത്രധാരനിൽ ഒരാൾ സാബിത്താണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിർണായകമായ വിവരങ്ങൾ ലഭ്യമാക്കുവാനും കഴിയും. തിരുവനന്തപുരം കരമനയിൽ അഖിൽ എന്ന യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ തെളിവെടുപ്പിന് ഇന്ന് കൊണ്ടുവന്നു. തെളിവെടുപ്പ് നടന്നപ്പോൾ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. BV വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. കരമനയിൽ അഖിലിന്റെ നിഷ്ഠൂരമായ കൊലപാതകത്തിൽ പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി. ഇന്ന് 11 മണിയോടുകൂടിയാണ് പ്രതികളെ ഇവിടേക്ക് എത്തിച്ചത്. ഇവിടെ കൊണ്ടുവന്ന കൊലപാതകം നടന്ന സ്ഥലത്ത് എങ്ങനെയാണ് കൃത്യം നടത്തുന്നതെന്ന് പ്രതികൾ വിശദീകരിച്ചു. ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു കമ്പി കൊണ്ട് ആവർത്തിച്ച് തലയ്ക്കടിക്കുകയും അതോടൊപ്പം തന്നെ ഭാരമേറിയ കല്ല് അഖിലിന്റെ ശരീരത്തിലേക്ക് 6 തവണ വലിച്ചിടുകയും ചെയ്തിരുന്നു. അത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഈ സ്ഥലത്ത് 4 പേരാണ് വാഹനത്തിൽ എത്തിയത്. ഇതിൽ 3 പേർ അഖിലിനെ പ്രാവിന് തീറ്റ കൊടുത്തിരിക്കുമ്പോൾ വീട്ടിന് പുറത്തേക്ക് വിളിച്ച് ഇറക്കുകയായിരുന്നു. യുവാവ് മർദ്ദിക്കുമെന്ന് മനസ്സിലാക്കിയതോടുകൂടി തൊട്ടടുത്ത പറമ്പിലേക്ക് ഓടിക്കയറി. ഇവിടെ വെച്ചായിരുന്നു ക്രൂരമർദ്ദനം. പിന്നീട് ഈ കമ്പി കൊണ്ടുള്ള അടിയും ഭാരമുള്ള കല്ല് ശരീരത്തിൽ ഇട്ടതും. ഇതേ പ്രതികൾ 2019 സമാന രീതിയിൽ മറ്റൊരു യുവാവിനെ കൊലപ്പെടുത്തിയിരുന്നു. അത് നീറമൺകരയിൽ വിജനമായ സ്ഥലത്ത് എത്തിച്ച് കരിക്കുകൊണ്ട് തല ഇടിച്ച് പൊട്ടിക്കുകയും കാലിലെയും കൈയിലെയും ഞരമ്പുകൾ അറുത്തുമാറ്റുകയും കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമായിരുന്നു ഈ കൃത്യം നടന്നത്. തെളിവെടുപ്പ് സമയത്ത് അഖിലിന്റെ വീട്ടുകാരുടെ വലിയ പ്രതിഷേധം ഉണ്ടായി.
തമിഴ്നാട്ടിലടക്കം പ്രതികളുമായി അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. ഇവർ ഗൂഢാലോചന നടത്തിയ മുറിയിൽ ഉൾപ്പെടെ എത്തി. വാഹനം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. കസ്റ്റഡി കാലാവധി ഇന്ന് പൂർത്തിയാകുന്ന മുറയ്ക്കാണ് തെളിവെടുപ്പിനായി ഏറ്റവും ഒടുവിൽ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. മുഴുവൻ പ്രതികൾക്കും അടുത്ത ശിക്ഷ വേണമെന്ന ആവശ്യമാണ് അഖിലിന്റെ വീട്ടുകാർ ഉന്നയിച്ചത്. സി വിനോദിനൊപ്പം ബി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ഏലൂരിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും സാമ്പിൾ ശേഖരിച്ച് കുഫോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം വെള്ളത്തിന്റെ ഓക്സിജൻ അളവ് അപകടകരമാം വിധം കുറഞ്ഞതായി വിദഗ്ധർ പറയുന്നുണ്ട്. പരിശോധനാ ഫലം 3 ദിവസത്തിനുള്ളിൽ കിട്ടും. കർഷകരുടെ നഷ്ടം കണക്കാക്കാൻ വരാപ്പുഴ പഞ്ചായത്തിൽ യോഗം ചേർന്നു. കുപ്പോസ് ഈ ഫിഷ് കിൽ ഉണ്ടായ ദിവസത്തിൽ ആദ്യത്തെ ദിവസം തന്നെ കുപ്പോസിൻ്റെ സെൻട്രൽ ലാബ് നേരിട്ട് വന്ന് സാമ്പിൾ എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ അനാലിസിസ് ഞങ്ങൾ പ്രിലിമിനറി ആയിട്ടുള്ള അനാലിസിസ് ആണ് ചെയ്തത്. pH, ഡിസോൾഡ് ഓക്സിജൻ. pHൽ കാര്യമായ വേരിയേഷൻസ് ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഡിസോൾഡ് ഓക്സിജനിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. 3 അതിൽ 1-ൽ താഴെ പോയ സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ ഡിസോൾഡ് ഓക്സിജൻ കുറഞ്ഞു എന്നുള്ളത് ഒരു പ്രധാന കാരണമാണ്. പക്ഷേ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഡിസോൾഡ് ഓക്സിജൻ കുറഞ്ഞത്? കാരണം ഡിസോൾഡ് ഓക്സിജൻ കുറഞ്ഞ അളവിൽ പോലും ജീവിക്കാൻ പറ്റുന്ന മത്സ്യങ്ങളടക്കം ഈ പറയുന്ന ഫിഷ് കില്ലിനകത്ത് ചത്തുപോയതായിട്ടാണ് നമുക്ക് റിപ്പോർട്ടുകൾ മനസ്സിലാക്കുന്നത്. CPM-യുമായുള്ള ബന്ധത്തെ ചൊല്ലി സമസ്തയിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പരസ്യം നൽകിയതിലും സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടനവും ഇതിനെല്ലാം കുറിച്ചുള്ള വിവാദം തുടരുന്നതിനിടെയാണ് സുപ്രഭാതം ദിനപത്രത്തിന് നയംമാറ്റം ഉണ്ടായിട്ടില്ല എന്ന വിശദീകരണവുമായി പത്രത്തിന്റെ CEO മുസ്തഫ മുണ്ടുപാറ രംഗത്തെത്തിയിരിക്കുന്നത്. പത്രത്തിന് നയംമാറ്റം ഉണ്ടായതായി കഴിഞ്ഞ ദിവസം സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്റർ ബഹാവുദ്ദീൻ നദ്വി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് മുസ്തഫ മുണ്ടുപാറ പത്രത്തിൽ തന്നെ ലേഖനം എഴുതിയത്. വാർത്തകളിലും പരസ്യങ്ങളിലും എല്ലാ വിഭാഗക്കാരെയും ഉൾക്കൊള്ളുന്ന നയത്തിന്റെ ഭാഗമായാണ് ഇടതു മുന്നണിയുടെ പരസ്യം തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയത്. പത്രത്തിന്റെ ഉദ്ഘാടന തീയതി തീരുമാനിച്ചത് സാദിഖ് അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരിൽ നിന്ന് തീയതി ഉറപ്പിച്ച ശേഷമാണെന്നും മുസ്തഫ മുണ്ടുപാറ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. പിന്നീട് ഉദ്ഘാടനത്തിൽ നിന്ന് ലീഗ് നേതാക്കൾ പിന്മാറുകയായിരുന്നു. ചീഫ് എഡിറ്ററും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തില്ല. മന്ത്രി മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കാസർഗോഡ് കാറടുക്ക സൊസൈറ്റി തട്ടിപ്പിന് ഇരകളായവരിൽ എൻഡോസൾഫാൻ ദുരിത ബാധിതയും 1 ലക്ഷം രൂപ പിൻവലിക്കാൻ സൊസൈറ്റിയിലെത്തിയപ്പോൾ 5000 രൂപ നൽകി മടക്കി അയച്ചുവെന്നാണ് പരാതി. CPM-ന്റെ നിയന്ത്രണത്തിലുള്ള കാറടുക്ക കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 4,76,00,000 രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതയായ കാറടുക്ക മുണ്ടോൾ സ്വദേശി ലക്ഷ്മിക്ക് ദുരിതാശ്വാസ ധനസഹായമായി ലഭിച്ച 2.5 ലക്ഷം രൂപയാണ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചത്. ഇതിൽ 1 ലക്ഷം രൂപ പിൻവലിക്കാൻ എത്തിയപ്പോൾ 5000 രൂപ മാത്രം നൽകി പറഞ്ഞയക്കുകയായിരുന്നു. ക്യാൻസർ ബാധിതയായ സഹോദരി നാരായണിക്ക് ചികിത്സ ആവശ്യത്തിനായാണ് പണം പിൻവലിക്കാൻ ബാങ്കിലെത്തിയത്. ചികിത്സയ്ക്ക് ഇനി എന്ത് ചെയ്യുമെന്ന ആശങ്കയിലാണ് ഇവർ. കേട്ടിക്ക് കഴിഞ്ഞില്ല. എന്നിട്ട് ഞാൻ ചോദിക്കാൻ പോയത് എൻഡോസൾഫാൻ്റെ ഇത് 1 ലക്ഷം വേണമെന്ന്. അപ്പോൾ അപ്പ പറഞ്ഞു ഒന്നുമില്ല, 2 ആഴ്ച കഴിയും, നമ്മൾ ഉണ്ടെന്ന് തന്നൂടാന്നില്ല, ഇല്ല വന്നതില്ല എന്ന് പറഞ്ഞു. വേറെ 5000 തരാന്ന് കഴിഞ്ഞിട്ട് 5000 തന്നു. 5000. ലക്ഷ്മിയെപ്പോലെ പണം പിൻവലിക്കാൻ നിരവധി പേർ ബാങ്കിലെത്തുന്നുണ്ട്. പോലീസ് അന്വേഷണം നടക്കുന്നതിനാൽ അധിക തുക പിൻവലിക്കാൻ കഴിയില്ലെന്നാണ് ജീവനക്കാരുടെ നിലപാട്. പണം നഷ്ടപ്പെടില്ലെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ പണം ലഭ്യമാക്കുമെന്ന ആശ്വാസവാക്കും ലഭിച്ചു. അതേസമയം പണം തിരികെ നൽകാൻ സൊസൈറ്റിക്ക് സാധിക്കുമോ എന്നതിൽ ആശങ്കയുണ്ട്. 4,76,00,000 രൂപയുടെ തട്ടിപ്പ് നടത്തി മുങ്ങിയ സെക്രട്ടറി രതീഷിനെ പിടികൂടാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. 42 പേരുടെ സ്വർണവുമായാണ് സെക്രട്ടറി മുങ്ങിയത്. രതീഷിന്റെ റിയൽ എസ്റ്റേറ്റ് പങ്കാളികളായ 3 പേരെ അറസ്റ്റ് ചെയ്തതൊഴിച്ചാൽ മറ്റ് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിൽ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് 18 കാസർഗോഡ്. കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധി നാമനിർദ്ദേശത്തെ ചോദ്യം ചെയ്ത് ഹൈക്കോടതി വിധിക്കെതിരെ രാജ്ഭവൻ അപ്പീൽ പോകില്ല. പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥി പ്രതിനിധികൾ അപ്പീൽ പോകാനാണ് തീരുമാനം. കോടതി വിധി മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യാനില്ലെന്നായിരുന്നു ഗവർണറുടെ ഇന്നത്തെ പ്രതികരണം. The judgment of judiciary with media or in public, they are entitled to their view. Well, I have already said I will not discuss the judgment of the court with media or anywhere in public. മഞ്ഞമ്മൽ ബോയ്സ് സിനിമ വീണ്ടും നിയമക്കുരുക്കിലായി.
ഇത്തവണ മഞ്ഞുമ്മൽ ബോയ്സിനെതിരെ സംഗീത സംവിധായകൻ ഇളയരാജയാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അനുമതിയില്ലാതെയാണ് സിനിമയിൽ കൺമണി അൻപൊട് എന്ന തന്റെ ഗാനം ഉൾപ്പെടുത്തിയതെന്നാണ് ഇളയരാജയുടെ പരാതി. മഞ്ഞുമ്മൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഒന്നുകിൽ അനുമതി തേടണം, അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് ഈ രംഗം ഒഴിവാക്കണം എന്നാണ് ഇളയരാജ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഭവ്യ പാർവതി. മലയാള ചലച്ചിത്ര മേഖലയിൽ വമ്പൻ ഹിറ്റായി മാറിയ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് തിരിച്ചടിയായി കൺമണി അൻപോട് ഗാനം. ബോക്സ് ഓഫീസിൽ എക്കാലത്തെയും വമ്പൻ പണം വാരിയ പടമായ മഞ്ഞുമ്മൽ ബോയ്സിൽ ഈ ഗാനം ഉൾപ്പെടുത്തിയത് അനുമതി തേടാതെയാണെന്ന് കാട്ടിയാണ് സംഗീത സംവിധായകൻ ഇളയരാജ ഇപ്പോൾ നിർമ്മാതാക്കൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചത്. കൺമണി അൻപോട് ഗാനം ഉൾപ്പെടുത്തിയതിന് അനുമതി തേടിയിരുന്നില്ലെന്ന് വ്യക്തമാക്കിയ ഇളയരാജ ടൈറ്റിൽ കാർഡിൽ പേര് പരാമർശിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നാണ് വ്യക്തമാക്കി വക്കീൽ നോട്ടീസ് അയച്ചത്. കൂടാതെ 15 ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകണമെന്നും ഇളയരാജ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പകർപ്പവകാശ നിയമം ലംഘിച്ചെന്നാണ് ഇളയരാജ വക്കീൽ നോട്ടീസിൽ പ്രധാനമായും ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. ഒന്നുകിൽ അനുമതി തേടണമെന്നും അതല്ലെങ്കിൽ ഗാനം ഒഴിവാക്കണമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നഷ്ടപരിഹാരം നൽകില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഇളയരാജ വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ തമിഴിലടക്കം സൂപ്പർ ഹിറ്റായിരുന്നു. കമൽഹാസൻ മഞ്ഞുമ്മൽ ബോയ്സിലെ താരങ്ങളെ നേരിട്ടെത്തി അഭിനന്ദിക്കുക കൂടി ചെയ്തതോടുകൂടിയാണ് തമിഴ്നാട്ടിൽ സിനിമ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സിനിമയ്ക്ക് തിരിച്ചടി എന്ന ഓണം ഇളയരാജ വക്കീൽ നോട്ടീസ് അയക്കുന്നത്. തദ്ദേശ ഭരണ വാർഡ് വിഭജന ഓർഡിനൻസ് പിൻവലിച്ചേക്കും. രാജ്ഭവൻ ഓർഡിനൻസ് തിരിച്ചയച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം വരുന്നത്. പകരം ബില്ലിനും സാധ്യതയുണ്ട്. വി അരുൺ ചേരുകയാണ് വിവരങ്ങളുമായി. അരുൺ, രാജ്ഭവനിൽ നിന്ന് ഇങ്ങനെയൊരു നടപടി ഉണ്ടായതിനു ശേഷം ഇപ്പോൾ പുതിയ ഒരു തീരുമാനം എങ്ങനെയാണ്, എന്ത് ചെയ്യാനാണ് സാധ്യത? രാജ്ഭവനിൽ നിന്ന് ചീഫ് സെക്രട്ടറിക്കാണ് കഴിഞ്ഞ ദിവസം അതായത് ഈ ഓർഡിനൻസ് മടക്കിക്കൊണ്ടുള്ള കത്ത് നൽകിയത്. അതിന് തൊട്ടു പിന്നാലെ സർക്കാർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയായിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ചീഫ് സെക്രട്ടറി കത്തയച്ചു. ഓർഡിനൻസിന്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ടാണ് കത്ത് നൽകിയത്. പക്ഷേ അതിൽ നേരിട്ട് തീരുമാനമെടുക്കാതെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ നാളെ സർക്കാർ മന്ത്രിസഭാ യോഗം വിളിച്ച് ഓർഡിനൻസ് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ശുപാർശ ഗവർണർക്ക് നൽകാനാണ് ആലോചിച്ചിരുന്നത്. ഓർഡിനൻസ് ഗവർണറുടെ പരിഗണനയിലുള്ളതുകൊണ്ട് തന്നെ പിന്നീട് മന്ത്രിസഭാ യോഗം വിളിക്കാനാകില്ല. അങ്ങനെയെങ്കിൽ ഓർഡിനൻസ് പിൻവലിച്ച് പകരം ബില്ല് അവതരിപ്പിക്കണം. നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത്. അങ്ങനെയെങ്കിൽ ഓർഡിനൻസ് പിൻവലിക്കേണ്ടി വരും. ഏതായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഈ തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിട്ടിരിക്കുകയാണ്. ഇന്നും നാളെയും കൊണ്ടൊരു തീരുമാനം ഉണ്ടാകില്ല. അങ്ങനെയെങ്കിൽ മന്ത്രിസഭാ യോഗം ചേർന്ന് നിയമസഭാ സമ്മേളനം വിളിക്കാൻ ഗവർണറോട് ജൂൺ 10 സഭാ സമ്മേളനം ആരംഭിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ മന്ത്രിസഭാ യോഗം നിയമസഭാ സമ്മേളനത്തിൽ ശുപാർശ ചെയ്താൽ ഓർഡിനൻസ് നിലനിൽക്കില്ല. അതുകൊണ്ട് ബില്ലായി ഈ വിഷയം സഭയിൽ കൊണ്ടുവരാനാണ് സർക്കാരിന് ഇനിയുള്ള ഏക വഴി. 6 മാസം കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതിയ വാർഡ് കൂട്ടിച്ചേർക്കപ്പെട്ട 1200 വാർഡുകളാണ് നിലവിലുള്ളത്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡുകളും ചുരുങ്ങിയത് കൂട്ടിച്ചേർത്ത് ജനസംഖ്യാനുപാതികമായി വാർഡ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് സർക്കാർ. അതിനുള്ള ഓർഡിനൻസിന് പകരമുള്ള ബില്ല് സർക്കാർ അവതരിപ്പിച്ചേക്കും. അങ്ങനെയെങ്കിൽ ശരി അരുൺ, എന്തായാലും തദ്ദേശ വാർഡുകൾ വിഭജിക്കുവാനുള്ള ഓർഡിനൻസ് അതിന് രാജ്ഭവൻ അംഗീകാരം നൽകിയില്ല. രാജ്ഭവൻ തിരിച്ചയക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണമെന്നായിരുന്നു രാജ്ഭവന്റെ നിലപാട്. പക്ഷേ ഇനി ബില്ലായി അവതരിപ്പിക്കുവാനാണ് സർക്കാരിന്റെ നീക്കം. ഇതിനായി നിയമസഭ വിളിക്കുവാനും സാധ്യതയുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കും. 6ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ശനിയാഴ്ചത്തെ വോട്ടെടുപ്പ്. 58 മണ്ഡലങ്ങളിൽ മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഡൽഹി, ഹരിയാന ഇവിടങ്ങളിലെ മുഴുവൻ മണ്ഡലങ്ങളും 6ാം ഘട്ടത്തിലാണ് വിധിയെഴുതുന്നത്. ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ, ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി, കോൺഗ്രസ് നേതാവ് കനയ്യകുമാർ തുടങ്ങിയവരാണ് ജനവിധി തേടുന്ന പ്രമുഖർ. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഡൽഹിയിൽ ദിൽഷാദ് ഗാർഡനിൽ നടന്ന ഇപ്പോൾ കാണുന്നത് ഡൽഹി മെട്രോയിൽ യാത്ര ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തതാണ്. യാത്രക്കാരുമായി സംസാരിച്ചു രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പഞ്ചാബിലാണ്. പട്യാലയിലെ BJP സ്ഥാനാർത്ഥി പ്രണീത് കൗറിന് വോട്ട് തേടിയാണ് മോദി എത്തുന്നത്. നാളെയും സംസ്ഥാനത്ത് മോദി പ്രചാരണം നടത്തും. ജൂൺ 1-നാണ് പഞ്ചാബിൽ വോട്ടെടുപ്പ് നടക്കുക. പട്യാലയിൽ പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുമെന്ന നിലപാടിലാണ് സമരം ചെയ്യുന്ന കർഷകർ. ലൈംഗികാരോപണ കേസിൽ അന്വേഷണം നേരിടുന്ന JDS MP പ്രജ്വൽ രേവണ്ണയുടെ പാസ്പോർട്ട് റദ്ദാക്കണമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രധാനമന്ത്രി
നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടു. ഇതിനായി അദ്ദേഹം വീണ്ടും കത്ത് നൽകി. കേസിൽ അന്വേഷണം നടത്തണമെന്നും ഇന്ത്യയിൽ രേവണ്ണയെ തിരിച്ചെത്തിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും സിദ്ധരാമയ്യ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏപ്രിൽ 27-നാണ് പ്രജ്വൽ ജർമ്മനിയിലേക്ക് കടന്നത്. കേസിൽ FIR ഇട്ടതിന് തൊട്ടു പിന്നാലെയാണ് പ്രജ്വൽ വിദേശത്തേക്ക് കടന്നത്. അവിടെ നിന്ന് തിരിച്ചെത്തിക്കുവാനുള്ള ശ്രമം ഇതുവരെ വിജയം കണ്ടിട്ടില്ല. ഇനി മറ്റു ചില ദേശീയ വാർത്തകളുമായി ഷംന. നമസ്കാരം. ജഡ്ജിമാരെ വിമർശിച്ച പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവിന് സുപ്രീം കോടതിയുടെ വിമർശനം. ജഡ്ജിമാർ കുറച്ച് ജോലി മാത്രം ചെയ്ത് ദീർഘനാൾ അവധിയെടുക്കുന്നുവെന്ന പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് സഞ്ജീവ് സന്യാലിനെതിരെയാണ് വിമർശനം. ആദ്യം സ്വയം ശരിയായിട്ട് വിമർശിക്കണമെന്ന് സുപ്രീം കോടതി പ്രതികരിച്ചു. കോടതിയെ വിമർശിക്കുന്നവർ കൃത്യസമയത്ത് ഒരു ഹർജിയെങ്കിലും ഫയൽ ചെയ്യുന്നവരായിരിക്കണമെന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത പറഞ്ഞു. സ്വാതി മലിവാളിനെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. സംഭവത്തിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം നടക്കുമെന്നും നീതി നടപ്പാക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞു. സംഭവത്തിന് 2 വശങ്ങൾ ഉള്ളതിനാൽ പോലീസ് രണ്ടും വിശദമായി അന്വേഷിച്ച് നീതി നടപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ തനിക്ക് നേരെയുണ്ടായ ആക്രമണം നോക്കി നിൽക്കുകയും പ്രതിക്കൊപ്പം കറങ്ങി നടക്കുകയും ചെയ്തയാൾ നീതി നടപ്പാക്കുമെന്ന് പറയുന്നത് വിരോധാഭാസമാണെന്ന് സ്വാതി മലിവാൾ പ്രതികരിച്ചു. പോപ്പുലർ ഫ്രണ്ട് അംഗങ്ങളായിരുന്ന 8 പേരുടെ ജാമ്യം റദ്ദാക്കി സുപ്രീം കോടതി. 2023 ഒക്ടോബറിൽ മദ്രാസ് ഹൈക്കോടതി അനുവദിച്ച ജാമ്യമാണ് ജസ്റ്റിസുമാരായ ബേല M ത്രിവേദി, പങ്കജ് മിത്തൻ എന്നിവരടങ്ങിയ ബെഞ്ച് റദ്ദാക്കിയത്. പ്രതികൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ഫണ്ട് സ്വരൂപിച്ചെന്ന ആരോപണം പ്രഥമ ദൃഷ്ട്യാ ശരിയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിചാരണ വേഗത്തിൽ നടത്താനും പ്രതികളോട് NIAക്ക് മുമ്പാകെ കീഴടങ്ങാനും കോടതി നിർദ്ദേശിച്ചു. മദ്യലഹരിയിൽ കാർ ഓടിച്ച് 2 പേർ കൊല്ലപ്പെട്ട കേസിൽ 17-കാരന്റെ ജാമ്യം റദ്ദാക്കി ഒബ്സർവേഷൻ ഹോമിലേക്ക് അയച്ചു. അപകടത്തെക്കുറിച്ച് ഉപന്യാസം എഴുതാൻ നിർദ്ദേശിച്ച് ജാമ്യം നൽകിയ ജുവനൈൽ കോടതി നടപടി വിവാദമായതിനു പിന്നാലെ പോലീസ് നൽകിയ പുനഃപരിശോധന ഹർജിയിലാണ് നടപടി. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്റെ പേരിലുള്ള വകുപ്പുകളും ചുമത്തി. പ്രതിയെ പ്രായപൂർത്തിയാകാത്ത ആളായി പരിഗണിച്ച് കുറ്റം ചുമത്തണമെന്ന പോലീസിന്റെ ആവശ്യം പിന്നീട് പരിഗണിക്കും. ദേശീയ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6720, പവന് 53,760. 18 ക്യാരറ്റ് ഗ്രാമിന് 5600, പവന് 44,800. വെള്ളി ഗ്രാമിന് 97 രൂപ, കിലോയ്ക്ക് 97,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ് ചേരും.